ഒന്നും ആവശ്യമില്ലല്ലോ. മാത്രമല്ല അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് തികച്ചും ഔപചാരികമായിട്ടാണ്. സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ സമർത്ഥമായ രീതിയിൽ നേതൃത്വം നൽകുന്ന സുഖശീതള സാമീപ്യം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ 80ാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ നമ്മൾ ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടതാണല്ലോ. അദ്ദേഹത്തിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ഉദ്ഘാടകൻ ആയിട്ട് വന്നിരിക്കുന്നത് മാതൃഭൂമി പത്രത്തിൻ്റെ തൃശ്ശൂരിലെ സീനിയർ ന്യൂസ് എഡിറ്ററായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാറാണ്. അദ്ദേഹത്തെ വൈലോപ്പിള്ളി സ്മാരക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നിങ്ങൾക്കേവർക്കും പ്രിയപ്പെട്ടവനായ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. വൈലോപ്പിള്ളി മാഷായിട്ട് വളരെ ആത്മബന്ധം ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സായാഹ്നം നിങ്ങളുടെ ധന്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ 2 തരത്തിൽ സമ്മാനിതരാകുന്ന ആളുകളെ ഒരിക്കൽ കൂടി വൈലോപ്പിള്ളി സ്മാരക സമിതിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ കാവ്യാലാപന മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടിയില്ലെങ്കിലും തങ്ങളുടെ സാന്നിധ്യം, തങ്ങളുടെ ഒച്ച വേറിട്ട് കേൾപ്പിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. മാഷയെക്കുറിച്ചുള്ള സ്മരണകളും മാഷയുടെ കവിതകളും ഒക്കെ വായിക്കുക, അത് ആസ്വദിക്കുക എന്നുള്ളത് തീർച്ചയായും ഈ പിഴച്ച കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. വൈലോപ്പിള്ളി മാഷ് മരിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം മലയാള ഭാഷയുടെയും കവിതയുടെയും കനപ്പെട്ട നേട്ടങ്ങൾ വൈലോപ്പിള്ളി മാഷുടെ കവിതകളാകുന്നു. മുണ്ടശ്ശേരി മാഷുടെ ഏറെ ആവർത്തിക്കപ്പെടുന്ന ശ്രദ്ധേയമായൊരു വാക്യമുണ്ടല്ലോ. ആ അർത്ഥത്തിൽ ഇത്തരം വലിയ കവികൾ വർഷാവർഷങ്ങളിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഫലവൃക്ഷങ്ങളാണ് എന്ന വിശ്വാസത്തോടു കൂടി അന്നത്തെ തന്നെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെല്ലാം നേതൃത്വം നൽകിയ ഒന്നായിരുന്നു വൈലോപ്പിള്ളി സ്മാരക സമിതി. ആദ്യം സി അച്യുതമേനോൻ, സുകുമാർ അഴീക്കോട്, ജി കുമാരപ്പിള്ള സാറ്, വിലാസിനി തുടങ്ങിയവരെല്ലാം നേതൃത്വം നൽകിയ വൈലോപ്പിള്ളി സ്മാരക സമിതി വസന്തമാഷ് പ്രസിഡൻ്റായപ്പോൾ കൂടുതൽ നവ ഊർജമാർജിക്കുകയും അനേകം വസന്തമാഷും ഉണ്ണികൃഷ്ണനും ഒക്കെ ചേർന്ന ആ കമ്മിറ്റി അനേകം പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ഉണ്ടായി. അവർ നൽകിയ ആ വീക്ഷണവും മനോഗതിയും കാഴ്ചപ്പാടുമൊക്കെ പാഥേയമാക്കിക്കൊണ്ടാണ് ഇപ്പോഴും വൈലോപ്പിള്ളി സ്മാരക സമിതി പ്രവർത്തിക്കുന്നതെന്ന് പ്രിയപ്പെട്ട സെക്രട്ടറി, ഊർജ്ജസ്വലനായ സെക്രട്ടറി ഹരിദാസ് പറഞ്ഞത് ഏറെ അർത്ഥവത്തായ കാര്യമാണ്. നമ്മുടെ ഭാഷയുടെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാഷയുടെയും കവിതയുടെയും ഏറ്റവും വിലപ്പെട്ട നേട്ടമെന്നുള്ളത് വൈലോപ്പിള്ളി മാഷുടെ കവിതകൾ തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ള ഭദ്രദീപം കൊളുത്തുന്നതിന് വൈലോപ്പിള്ളിയുടെ മാനസശിഷ്യനായിട്ടുള്ള ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ശ്രീകുമാറും ഡോക്ടർ വിജയകുമാറും വേദിയിലേക്ക് വരേണ്ടതാണ്. വൈലോപ്പിള്ളിയുടെ 2 പുത്രരും ഇവിടെയുണ്ട്, അവരും വേദിയിലേക്ക് വരണം. കോളേജിൽ ഡിഗ്രിക്കും PGക്കുമായി 5 കൊല്ലം മലയാള സാഹിത്യം പഠിച്ചിറങ്ങിയപ്പോൾ ആ പഠനകാലയളവിൽ മനസ്സിലാക്കിയ, വായിച്ച, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പഠിച്ച എഴുത്തുകാരെക്കുറിച്ചുള്ള അഭിപ്രായമെല്ലാം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതെല്ലാം അവ്യക്തമോ അപൂർണമോ ആയ വിവരങ്ങളായിരുന്നു എന്ന് പിന്നീട് ബോധ്യം വരികയുണ്ടായി. അത് പഠിപ്പിച്ചവരുടെയോ പഠിച്ച എൻ്റെയോ എല്ലാം രീതിയുടെ പ്രത്യേകത കൊണ്ടാവാം. വളരെ താത്വികമായി മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ പഠനകാലത്ത് ഇടശ്ശേരി, ചങ്ങമ്പുഴ എന്നിവരുടെ വഴിയിൽ നിന്ന് മലയാള കവിതയെ മാറ്റി നടത്തിയ കവി എന്ന് ഉള്ളൊരു നിർവചനം അതിലൊന്നു മാത്രം. കന്നിക്കൊയ്ത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു തരം വൈലോപ്പിള്ളിയെ നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ മാമ്പഴത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ
മറ്റൊരു രീതിയെക്കുറിച്ച് പറയും. അങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ മനസ്സിലാക്കിയതെല്ലാം തെറ്റിപ്പോയ കവികളിൽ ഒരാളാണ് വൈലോപ്പിള്ളി. അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രിയ കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത്, എൻ്റെ കവിതകൾ പഠിപ്പിക്കേണ്ടതില്ല, സ്കൂളിലും കോളേജിലും സർവകലാശാലകളിലും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ പിന്നീടാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ അബദ്ധങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല വ്യക്തത ഉണ്ടായത്. വിനയം കൊണ്ടും നിസ്സാരതാബോധം കൊണ്ടും വിശദീകരിക്കാൻ കഴിയാത്ത സങ്കടം കൊണ്ടും ഭൂമിയോളം താണ മനസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏതാണ്ട് 18 വയസ്സിൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഭ്രഷ്ടനായ ഒരാളാണ് ഞാൻ. അതിന് കാരണം ഞാൻ തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. ഈ 66-ാം വയസ്സിൽ മറ്റാരെയും കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും മനുഷ്യന് ജീവിക്കാൻ അല്പം സ്നേഹം ആവശ്യമുണ്ട്. അങ്ങനെ ഭ്രഷ്ടനായി അലയുന്ന കാലത്ത് വാഗബോണ്ടായി അലയുന്ന കാലത്ത്, വാഗ്രൻ്റായി അലയുന്ന കാലത്ത് എനിക്ക് ഹൃദയത്തിൽ അഭയം തന്ന കുറച്ച് മനുഷ്യരുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന വലിയ മനുഷ്യൻ. ആയിരത്തി 1975 മഹാരാജാസ് കോളേജിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നത്. ആ കാലത്താണ് ഞാൻ വൈലോപ്പിള്ളി മാഷെ പരിചയപ്പെടുന്നത്. ഞാൻ അക്കാലത്ത് മാല്യങ്കര SNM കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ മറ്റ് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാരാജാസ് കോളേജിൽ നടന്ന ഒരു കവിയരങ്ങിൽ പങ്കെടുക്കാനാണ് ഞാൻ വരുന്നത്. ശതാബ്ദിയോടനുബന്ധിച്ച് നടന്ന ഒരുപാട് പരിപാടികളിലൊന്ന്. അവിടെ വച്ചാണ് വൈലോപ്പിള്ളി മാഷുടെ സഹോദരൻ ഗോവിന്ദൻകുട്ടി മേനോൻ്റെ മകനായ കൃഷ്ണനെ ഞാൻ പരിചയപ്പെടുന്നത്. ആ ശതാബ്ദി പരിപാടികളിൽ വൈലോപ്പിള്ളി മാഷുടെ ഒരു പ്രസംഗവും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്തായാലും ആ കാലത്താണ് ഒരു ദിവസം കൃഷ്ണൻ പറഞ്ഞത്, എടാ കാർന്നൊരു വീട്ടിലുണ്ട്, വന്നാൽ ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ്റെ കൂടെ പോയിട്ട് ആണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്.
കൃഷ്ണനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹവും വാത്സല്യവുമായിരുന്നു. ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് മുണ്ട് ഇങ്ങനെ താറുടുത്ത് മുറ്റത്ത് കൃഷ്ണനുമായി ഗുസ്തി പിടിക്കുന്ന വൈലോപ്പിള്ളി മാഷുടെ ചിത്രം, കൃഷ്ണനെ പൊക്കിയെടുത്ത് നിലത്തിടുന്ന വൈലോപ്പിള്ളി മാഷുടെ ചിത്രം. അപ്പം അങ്ങനെ ഞാനന്ന് കൃഷ്ണൻ്റെ കൂടെ വീട്ടിൽ പോവുകയും വൈലോപ്പിള്ളി മാഷെ പരിചയപ്പെടുകയും ലീല ചേച്ചി വിളമ്പിയ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഞാൻ തൃശ്ശൂരിൽ ആദ്യമായി വരുന്നത് ഇവിടുത്തെ ആകാശവാണിയിലെ യുവവാണിയിൽ ഒരു കവിത വായിക്കാൻ വേണ്ടിയാണ്. കവിത വായിക്കാൻ ഞാനും കഥ വായിക്കാൻ TV കൊച്ചുബാവയുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ താമസിച്ചത് ദേവസ്വം ക്വാർട്ടേഴ്സിലെ വൈലോപ്പിള്ളി മാഷുടെ വീട്ടിലാണ്. ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അന്നാണ് ആ പഴയ സോഫയിൽ കിടന്നുറങ്ങിയതും ഒക്കെ. പിന്നീട് എത്രയോ വട്ടം മാഷുടെ വീട്ടിൽ ഞാൻ രാത്രി കിടന്നുറങ്ങിയിരിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ അതിഥിയായി മറ്റൊരാളുടെ വീട്ടിൽ പോയി ഉറങ്ങുന്നത് പോലെ അല്ലാതെ എനിക്ക് വീടില്ല. ഞാൻ അഭയാർത്ഥിയാണ്. അതാണ് വ്യത്യാസം. എനിക്ക് വീടുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, ഏതെങ്കിലും ഒരു ഉദാരമതിയുടെ വീട്ടിൽ ഇതുപോലെ അഭയം ലഭിച്ചില്ല എങ്കിൽ ഞാൻ അന്ന് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കിടക്കണം. റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാലുള്ള പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വന്ന് ആ ലാത്തി കൊണ്ട് കുത്തി ഉണർത്തി ഓടിക്കും. ബസ് സ്റ്റാൻഡിൽ കിടക്കാവുന്ന സ്ഥലത്തൊക്കെ മനുഷ്യൻ കിടക്കാതിരിക്കാൻ വേണ്ടി പല ബസ് സ്റ്റാൻഡുകളിലും അധികൃതർ പൈപ്പ് വച്ച് വെള്ളം ഒഴിച്ചിടും. അപ്പം അതുകൊണ്ട് കടത്തിണ്ണയിൽ കിടക്കേണ്ടി വരും. അങ്ങനെ കിടന്ന ഒരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാവിലെ ഉണർന്നപ്പോൾ ഒരു പിച്ചക്കാരി എന്നോട് വന്ന് പറഞ്ഞു, ശിമിത്തേരിമുക്കിൽ ഒരു വീട്ടിൽ ഇന്നൊരു കല്യാണമുണ്ട് എന്ന്. അപ്പോൾ ആ അവസ്ഥയിലാണ് വൈലോപ്പിള്ളി മാഷുടെ വീട്ടിൽ ഞാൻ കിടന്നിട്ടുള്ളത്. എനിക്ക് വേറെ വീടില്ല. അന്നത്തെ വീട് അതാണ്. അപ്പോൾ അന്ന് കുമ്പളം എന്ന ദ്വീപിൽ മക്കാർ ഹാജി എന്നൊരാളെ നക്സലേറ്റുകൾ കൊന്നു. അടിയന്തരാവസ്ഥ കാലമാണ്. അതിലെ പ്രതികളിൽ ചിലർ, അതുമായി ബന്ധപ്പെട്ട ചിലർ എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മല്യങ്കര കോളേജിലാണ് പഠിച്ചത് എന്ന്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ വന്നിരുന്നു, എൻ്റെ സഹപാഠികളായിട്ട്. അവരാണ് എന്നെ കൊടുങ്ങല്ലൂരിൽ വിളിച്ചുകൊണ്ട് പോകുന്നതും മേഘനാഥൻ വക്കീലിനെയും TN ജോയിയെയും ഒക്കെ പരിചയപ്പെടുത്തുന്നതും. അതുകൂടാതെ അന്ന് മഹാരാജാസിൽ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന ചിലരെയും ഞാൻ പരിചയപ്പെട്ടു. കൃഷ്ണനായർ മാഷക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഡോക്ടർ TK രാമചന്ദ്രൻ, പിന്നീട് രവി കുറ്റിക്കാട്,
കടാമംഗലം കാഥികൻ കടാമംഗലം സദാനന്ദൻ്റെ ചേട്ടൻ്റെ മകനായ പ്രേമൻ അന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കോളേജിൽ പഠിക്കുക. ഇവരുടെയൊക്കെ സ്വാധീനത്തിലാണ് ഞാനും ഒരു നക്സലേറ്റ് അനുഭാവിയായി മാറിയത് അക്കാലത്ത്. അപ്പോൾ അക്കാലത്താണ് ഈ കുമ്പളം നക്സലേറ്റ് കേസ് നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഇടയിലാണ് പോലീസിന് മനസ്സിലാകുന്നത് ഞാൻ ഒരു നക്സലേറ്റ് അനുഭാവിയാണെന്നും ഇതിൽ ചിലരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണെന്നും അവരിൽ ചിലരൊക്കെ എൻ്റെ വീട്ടിൽ വരാറുണ്ടെന്നും വന്നിട്ടുണ്ടെന്നുമൊക്കെ. അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് എന്നെ ആദ്യമായിട്ട് പോലീസ് കൊണ്ടുപോകുന്നത്. അവർ 2 ദിവസം എന്നെ ചോദ്യം ചെയ്യുകയും അത് കഴിഞ്ഞ് ഒരുപക്ഷെ എൻ്റെ അമ്മാവന്മാരുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം എന്നെ വിടുകയും ചെയ്തു. പക്ഷെ അതോടെ ഒരു കുഴപ്പം പറ്റി. നാട്ടിലും വീട്ടിലും എല്ലാം ഞാൻ ഒരു നക്സലേറ്റാണ് എന്ന കാര്യം അറിഞ്ഞു. ഇന്നത്തെ പോലെ നക്സലേറ്റ് എന്ന് പറഞ്ഞ ഒരു തമാശയല്ല അന്ന്. അതോടെ ഒരു വീട്ടിലും എന്നെ കയറ്റാതെയായി. ആരും എന്നോട് സംസാരിക്കാതെയായി. ഇന്ത്യയുടെ ആയുധ നിർമ്മാണശാലയിൽ അലഹബാദിൽ ഉദ്യോഗസ്ഥനായിരുന്ന എൻ്റെ അച്ഛൻ വരികയും എന്നെ അലഹബാദിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു. എൻ്റേതൊരു കൂട്ടുകുടുംബമാണ്. അപ്പോൾ എല്ലാവരും എന്നെ അവിടെ നിന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയ പോലെ നാട് കടത്തണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതോടെ പ്രകോപിതനായ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചെലവിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ നിനക്ക് എവിടെയെന്ന് വെച്ചാൽ പോകാം, ഈ കുടുംബത്തിൽ നിന്നെ കണ്ടുപോകരുത്, കാരണം നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം പിന്നെ എനിക്കാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പോന്ന് മഹാരാജാസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ, അന്ന് അവിടെ പരിവർത്തനവാദി കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ KSUവിൻ്റെ ഓഫീസ് സെക്രട്ടറിയും അവിടുത്തെ BA വിദ്യാർത്ഥിയും MA ജോണിൻ്റെ ശിഷ്യനുമൊക്കെ ആയ ഒരു KS രാധാകൃഷ്ണൻ്റെ മുറിയിൽ അഭയാർത്ഥിയായി കൂടുകയും ചെയ്തു. വളരെ കാലം എൻ്റെ വീട് പിന്നെ അതായിരുന്നു. KS രാധാകൃഷ്ണൻ പിന്നീട് കാലടി യൂണിവേഴ്സിറ്റി, ശങ്കര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവുകയും പിന്നീട് PSC ചെയർമാൻ ആവുകയും കോൺഗ്രസ്സൊക്കെ വിട്ട് ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആവുകയും ചെയ്തു. അപ്പം അങ്ങനെ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാലത്തൊരിക്കൽ ശങ്കരക്കുറുപ്പ് മാഷെ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അദ്ദേഹം പരിഷത്തിൻ്റെ, ഹോസ്റ്റലിൻ്റെ അടുത്താണ് സാഹിത്യ പരിഷത്ത്, പരിഷത്തിൻ്റെ പ്രസ്സിൽ അവിടെ ലൈബ്രറി ഉണ്ട് പരിഷത്തിൻ്റെ. അവിടെ വെച്ച് ശങ്കരക്കുറുപ്പ് മാഷെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അദ്ദേഹം ചോദിച്ചു എന്താ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇപ്പോൾ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ ബഹിഷ്കൃതനായ അവസ്ഥയാണ് എന്ന് പറഞ്ഞു. പാവം ശങ്കരക്കുറുപ്പ് മാഷ് പറഞ്ഞു, കാരണവന്മാരാവുമ്പോൾ കുട്ടികളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടാവും, അതൊക്കെ തകരുമ്പോൾ അവർക്ക് ദേഷ്യം വരും, സങ്കടം ഉണ്ടാവും, അവർ കടുത്ത വല്ല വാക്കുകളുമൊക്കെ പറഞ്ഞു എന്ന് വരും. അതൊന്നും കാര്യമാക്കരുത്, നാളെ എൻ്റെ വീട്ടിലേക്ക് വരൂ, നമുക്ക് ഒരുമിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോകാം, ഞാൻ പറഞ്ഞ് ശരിയാക്കാം എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് പോവുകയുണ്ടായില്ല. കാരണം അദ്ദേഹത്തെയും കൂട്ടി ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുകാർ അദ്ദേഹത്തെ അപമാനിച്ചാൽ അത് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല.
അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല എന്ന് മാത്രമല്ല, വഴിയിൽ വെച്ച് ശങ്കരക്കുറുപ്പ് മാഷെ കണ്ടാൽ മാറി മുങ്ങി നടക്കാനും തുടങ്ങി. ആ ഇടയ്ക്കാണ് വൈലോപ്പിള്ളി മാഷ് തറവാട്ടിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ഞാൻ പോയി കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പം അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ചുമന്നു. അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആ വരാന്തയിൽ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, നീ ഒരാണല്ലേ, എങ്ങനെയും ജീവിക്കാം. എന്ത് വന്നാലും വീട്ടിലേക്ക് തിരിച്ചു പോകരുത്, ഒരു പട്ടിയുടെ വില പോലും പിന്നെ നിനക്ക് അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. രണ്ട് കവികളുടെ ജീവിതത്തോടും ലോകത്തോടുമുള്ള മനോഭാവങ്ങളുടെ വ്യത്യാസം എനിക്ക് വലിയ അഭിമാനം തോന്നി. ഞാൻ തിരിച്ചു പോയില്ല പിന്നെ വീട്ടിലേക്ക് ഒരിക്കലും. വല്ലപ്പോഴും അമ്മയെ കാണാൻ പോവുകയും അല്പം സമയം ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നീട് അവിടെ താമസിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ മരിക്കുന്നവരെ പിന്നെ എന്നോട് സംസാരിച്ചിട്ടുമില്ല. അമ്മയ്ക്ക് ക്യാൻസറാണ് എന്നറിഞ്ഞ് ഞാൻ ചെന്നു. അപ്പോൾ അമ്മ ആശുപത്രിയിൽ പോകാനോ ചികിത്സ നടത്താനോ തയ്യാറാകുന്നില്ല എന്ന് സഹോദരി പറഞ്ഞു. അപ്പോൾ ആശുപത്രിയിൽ പോകണം, ചികിത്സിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അതൊന്നും വേണ്ട, മരിക്കാൻ ഒരു കാരണം വേണമല്ലോ. ഞാൻ പറഞ്ഞു, മരിക്കുന്നത് മരിച്ചോട്ടെ, പക്ഷേ ഈ വേദന സഹിക്കണ്ടല്ലോ, അതിന് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ കാരണം അനുഭവിച്ച വേദനകൾ ഓർക്കുമ്പോൾ ഇതൊന്നും ഒരു വേദനയേ അല്ല എന്ന് പറഞ്ഞു. ഞാൻ നിശബ്ദമായി പോരുകയും ചെയ്തു. ഞാനിതൊക്കെ പറയുന്നത് എങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് വൈലോപ്പിള്ളി മാഷ് സഹിച്ചത് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എൻ്റെ ജീവചരിത്രം വിളമ്പാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആണ് വല്ലപ്പോഴും തൃശ്ശൂർ വരുമ്പോൾ ഞാൻ വൈലോപ്പിള്ളി മാഷ വീട്ടിൽ പോയി കിടക്കും. അങ്ങനെ വൈലോപ്പിള്ളി മാഷ് അവിടെ ഇല്ല എങ്കിൽ തൊട്ടപ്പുറത്ത് അക്ഷരശ്ലോക പരിഷത്തുണ്ട്. അവിടുത്തെ മഹാനായ ഒരു മനുഷ്യനുണ്ട് അവിടെ, ND കൃഷ്ണനുണ്ണി, മഹാപണ്ഡിതൻ, നിഷ്കളങ്കൻ, ധർമ്മിഷ്ഠൻ, ശുദ്ധഹൃദയനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തും എനിക്ക് അഭയമുണ്ട്, ഭക്ഷണമുണ്ട്. വൈലോപ്പിള്ളി മാസ്റ്ററുടെ അടുത്താവുമ്പോൾ കുറേ കൂടി വൈകാരികമായ സുരക്ഷിതത്വമുണ്ട്. കൃഷ്ണനുണ്ണി മാഷ് അധികം സംസാരിക്കില്ല. പിന്നീട് ഞാൻ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളെ, VG തമ്പി, അങ്ങനെയുള്ള സുഹൃത്തുക്കളെ പരിചയപ്പെട്ട ശേഷം ഞാൻ പലപ്പോഴും വൈലോപ്പിള്ളി മാഷെ ഉപദ്രവിക്കില്ല, നേരെ തമ്പിയുടെ വീട്ടിൽ പോയി കിടക്കും. അങ്ങനെയായിരുന്നു. അപ്പം ഇങ്ങനെ അക്കാലത്ത് ഞാൻ അന്നത്തെ ഏത് വിദ്യാർത്ഥിയെയും പോലെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ആധുനിക കവിതകളാൽ ആകർഷിക്കപ്പെട്ട ഒരാളായിരുന്നു. അന്ന് വൈലോപ്പിള്ളി മാഷ് അടക്കമുള്ള, കുമാരനാശാൻ മുതൽ വൈലോപ്പിള്ളി മാഷ് അടക്കമുള്ള കവിതകൾ, എഴുത്തച്ഛൻ മുതലുള്ളത് വായിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ കവിയായി എനിക്ക് തോന്നിയിട്ടുള്ളത് സച്ചിദാനന്ദനെയും കടമ്മനിട്ട രാമകൃഷ്ണനെയൊക്കെയാണ്. അപ്പോൾ ആധുനിക കവിതയുടെ ഒരു കാന്തവലയത്തിൽ പെട്ട കാലമാണ്. അന്ന് ഷേക്സ്പിയറൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ആരാധ്യ
കവി T.S. എലിയട്ടും ഒക്കെ ആയിരുന്നു. പിന്നീട് ലാറ്റിൻ അമേരിക്കൻ കവികൾ പാബ്ലോ നെരൂദയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ എന്നും വൈലോപ്പിള്ളി മാഷുമായിട്ട് തർക്കം സ്ഥിരം പതിവാണ്. ഒരു തരത്തിലും വൈലോപ്പിള്ളി മാഷ് ഈ ആധുനിക കവിതയുടെ ഉച്ഛൃംഖല സ്വഭാവത്തെയോ അതിൻ്റെ അസ്തിത്വവാദപരമായ അതിൻ്റെ ആശയ അടിസ്ഥാനങ്ങളെയോ ഒരു തരത്തിലും അംഗീകരിക്കില്ല. അതിൻ്റെ പേരിൽ എന്നും കലഹം, എന്നും വാഗ്വാദം, വഴക്ക് ഒക്കെ പതിവാണ്. പക്ഷെ ഒരിക്കലും വൈലോപ്പിള്ളി മാഷ് അദ്ദേഹത്തിൻ്റെ ഭാവുകത്വം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനോ എൻ്റെ കവിതകൾ തിരുത്താനോ എന്നെ അദ്ദേഹത്തിൻ്റെ വൈതാളികനും പല്ലക്ക് ചുമട്ടുകാരനും ആക്കാനോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന പല കവികളെയും ഞാൻ പിന്നീട് കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ വൈലോപ്പിള്ളി മാഷ് അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്ത കവികളെ ഞാൻ പരിഹസിച്ചിട്ടുമുണ്ട്. എൻ്റെ കവിതകൾ കേട്ട സമാന ഹൃദയരായ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമാണ് എന്നെ കവിയായി അംഗീകരിച്ചതും എന്നെ കവിയാക്കിയതും. അല്ലാതെ ആചാര്യപദ ദുർമോഹിയായ ഏതെങ്കിലും ആഷാഢഭൂതിക്ക് ആജന്മ ശൗചം ചെയ്തു കൊടുത്ത് കവിയായ ഒരാളല്ല ഞാനെന്ന് അഭിമാനിച്ചിട്ടുമുണ്ട് ഞാൻ. വൈലോപ്പിള്ളി മാഷ് ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അദ്ദേഹം കവിത വായിച്ചു കേട്ടാൽ തർക്കിക്കും. ചിലപ്പോൾ അത് കൊള്ളില്ല, എനിക്കിഷ്ടമായില്ല എന്ന് പറയും, ദേഷ്യം വരും. അതിലെ വ്യാകരണ സംബന്ധമായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, വൃത്തസംബന്ധമായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായാലും ഒരിക്കലും ഒരു കവിതയിലെ വരികൾ വെട്ടിക്കളയണമെന്നോ വാക്കുകൾ വെട്ടിക്കളയണമെന്നോ ഏത് ഭാഷയിൽ എഴുതണമെന്നോ ഏത് വാക്കുകൾ ഉപയോഗിക്കണമെന്നോ എങ്ങനെ എഴുതണമെന്നോ എന്തായിരിക്കണം ഭാവുകത്വമെന്നോ ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഒരിക്കലും. അത്തരം അല്പത്തങ്ങൾ ഉള്ള ഒരു കവിയായിരുന്നില്ല. 10,000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു ജനതയുടെ കവിതയുടെ ഗതിവിഗതികൾ തൻ്റെ ഭാവുകത്വത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കാം എന്ന വിഡ്ഢിത്തം വൈലോപ്പിള്ളി മാഷെപ്പോലെ ഉയർന്ന ഒരു ധിഷണാശാലിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചിലപ്പോഴൊക്കെ അദ്ദേഹം ഒരു യാഥാസ്ഥിതികനെ പോലെ വാശി പിടിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കവിത ഇനിയും ഒരു കാലം എന്ന് കേകയിൽ എഴുതിയപ്പോൾ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞു 2 ഗണത്തിലും ഗുരുവില്ല, തെറ്റി എന്ന് പറഞ്ഞു. 2 ഗണത്തിലും ഗുരുവില്ല, ഇനിയുമൊരു 2 ഗണം, അതിൽ ഗുരുവില്ല. ഗുരു ഒന്നെങ്കിലും വേണം, മാറാതെ ഓരോ ഗണത്തിലും എന്നാണ് കേകയുടെ നിയമം. ഗുരുവില്ല, തെറ്റി എന്ന് പറഞ്ഞു വൈലോപ്പിള്ളി മാഷ്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ വള്ളത്തോളം എഴുതിയിട്ടുണ്ടല്ലോ, ഒടുവിൽ ഒരുവിധം ഒന്ന് കണ്ണടച്ചപ്പോൾ ഒടുവിലൊരുവി, അതിലെവിടെയാണ് ഗുരു എന്ന് ചോദിച്ചു. അപ്പോൾ വൈലോപ്പിള്ളി മാഷ് ചിരിച്ചോണ്ട് പറഞ്ഞു, നീ അത്ര ആവട്ടെ, ഇപ്പം ശരിക്കും എഴുതി പഠിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളൂ. ഒരു കവിതയിൽ, അന്ന് എനിക്ക് 22 വയസ്സേ ഉള്ളൂ, അപ്പോൾ ഒരു പ്രണയ കവിതയിൽ, ഒരു പ്രണയഗീതം എന്ന കവിതയിൽ കുന്തിരിക്കപ്പുക ഭ്രൂണബലിയുടെ ഗന്ധം മറയ്ക്കും വിവാഹരംഗങ്ങളിൽ എന്ന് ഞാൻ എഴുതിയപ്പോൾ വൈലോപ്പിള്ളി മാഷിൻ്റെ മുഖമൊക്കെ അത് ചൊല്ലിക്കേൾപ്പിച്ചപ്പോൾ വൈലോപ്പിള്ളി മാഷിൻ്റെ മുഖമൊക്കെ ചുമന്നു. അദ്ദേഹം പറഞ്ഞു, ഡിസ്ഗസ്റ്റിംഗ്, ഹൊറിബിൾ, ഇൻഹ്യൂമൻ എന്ന് പറഞ്ഞ് വലിയ ബഹളം. അവസാനം ഞാനിതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മാറ്റണോ? അപ്പം അദ്ദേഹം പറഞ്ഞു, സ്ത്രൈണമായ അദ്ദേഹത്തിൻ്റെ സംസാര രീതി പരിചയമുള്ളവർക്ക് മനസ്സിലാവും, അത് മാറ്റണമെന്ന് ഞാൻ പറയില്ല,
കാലം കൈപിടിച്ച് നിങ്ങളെക്കൊണ്ട് ഇതൊക്കെ എഴുതിക്കുകയല്ലേ, ഞാൻ വിചാരിച്ചാൽ എങ്ങനെ തടയാനാ എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ വൈലോപ്പിള്ളി മാഷിൻ്റെ ഒരു പ്രയോഗത്തെപ്പറ്റി ഞാൻ തിരിച്ച് ബഹളം കൂട്ടിയിട്ടുണ്ട്. ഇൻഹ്യൂമൻ ഹൊറിബിൾ എന്ന് പറഞ്ഞ് പകരം വീട്ടിയിട്ടുണ്ട്. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്കും ഉരുവെ സ്വപ്നം കണ്ട് പയ്യാരം പുലമ്പുന്നു എന്ന് സാവിത്രിയിൽ മാഷ് എഴുതിയത് ശരിയായില്ല. ആ ഉരു എന്ന് മനുഷ്യനെ വിശേഷിപ്പിച്ചത് ഹൊറിബിളാണ്, ഇൻഹ്യൂമനാണ്, ഡിസ്ഗസ്റ്റിംഗ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു, അത് ചില നിർഭാഗ്യവാന്മാർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും എന്ന് പറഞ്ഞു. ഒരിക്കൽ എന്നെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം വേദിയിൽ നിന്ന് നിഷ്കരുണ ഇറക്കി വിട്ടു. സാഹിത്യ പരിഷത്തിൻ്റെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ അനുസ്മരണമാണ്. അപ്പോൾ അന്ന് സുകുമാർ അഴീക്കോടാണ് പരിഷത്തിൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹം വന്നില്ല. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അന്ന് ആക്ടിംഗ് വൈസ് ചാൻസലറാണ്. അദ്ദേഹം വന്നില്ല. വൈലോപ്പിള്ളി മാഷ് അധ്യക്ഷനായി, ഗുപ്തൻ നായർ സാറ് ഉദ്ഘാടനവും. അപ്പോൾ ആ പരിപാടിക്ക് ഇങ്ങനെ ചെന്നിട്ട് ഇരുന്ന കൂട്ടത്തിൽ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ട ഒരാളല്ല, ചെറിയ കുട്ടിയാണെന്ന്. വൈലോപ്പിള്ളി മാഷ് പറഞ്ഞു, ഇതിലെ നോട്ടീസ് നോക്കിയിട്ട് പറഞ്ഞു, ഇതിലെ പ്രസംഗം നടത്തുന്നവരൊക്കെ ഈ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരത തർജ്ജമ വായിച്ചവരായിരിക്കണം എന്നൊരു നിർബന്ധം വയ്ക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരാണോ ഇതിലൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ CP ശ്രീധരൻ സാറുണ്ട്, ഗുപ്തൻ നായർ സാറുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ എൻ്റെ അന്നത്തെ ഒരു അവിവേകത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഉത്സാഹത്തോടെ. അപ്പോൾ ഞാൻ വായിച്ച കാര്യം 4 ആളെ അറിയിക്കാനും ഒക്കെ ഉള്ള ഒരു അഭിമാനിക്കാനും ഒക്കെ ഉള്ള അന്നത്തെ ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞു, മിടുക്കൻ, ഇവനും എന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മഹാഭാരത തർജ്ജമ കേമം തന്നെയാണ്, പക്ഷെ വൈലോപ്പിള്ളി മാഷുടെ ഒരു കവിതയുണ്ട്, ചരിത്രത്തിലെ ചാരുദൃശ്യം. അത് കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പറ്റിയാണ്. അതിലെ 2 ശ്ലോകങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ ശ്ലോകങ്ങൾ ചൊല്ലി. തൂണിൽ കാവ്യം തുളുമ്പും തുറമുഖം, അന്നൊരാൾ കൊച്ചു നാടൻ തോണിക്കുള്ളിൽ കടന്നാൻ ഭയജനക മഹാഭാരതത്തിൻ സമുദ്രം. മാണിക്യച്ചുണ്ടിൽ വേദക്കനിയൊടും അണിയത്തുണ്ടു തുഞ്ചൻ്റെ കീരം, ചേണിൽ കാർമിന്നലഞ്ചും ചിരിയൊടും അമരത്ത് ആളിതാർ കാളിതാനോ. മുട്ടാതെ ഏർപ്പെട്ടു മൂവാണ്ടിടയിൽ ഒരു മട്ടം മഹാൻ, ചുറ്റും ആഴിക്കെട്ടാളും കേരളത്തിന് ഇനി ഒരു കടലും കൂടി നേടിക്കൊടുത്തു. കെട്ടാതുണ്ട പരപ്പിൽ ദ്രുപദ തനയതൻ വേണി, കോപം സ്ഫുരിക്കും മട്ടാം ഭീമട്ടഹാസം. ഭവഹര ഭഗവത് പാഞ്ചജന്യ പ്രണാദം. തമ്പുരാൻ്റെ മഹാഭാരത തർജ്ജമ കേമം. പക്ഷേ വൈലോപ്പിള്ളി മാഷിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ 7 അയലത്ത് വരാവുന്ന ഒരു ശ്ലോകം പോലും തമ്പുരാൻ സ്വന്തം ജീവിതത്തിൽ സ്വയമായിട്ട് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. മാഷുടെ മുഖം അങ്ങ് ചുമന്നു. മാഷ് പറഞ്ഞു, അധ്യക്ഷൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഈ കുട്ടിയുടെ അധിക പ്രസംഗം ഇപ്പം നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ഞാനങ്ങനെ അപമാനിതനായി ഇനി ഒരിക്കലും ഈ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പോവില്ല എന്ന് തീരുമാനിച്ച് ഇറങ്ങിപ്പോന്നു. കുറേ നാൾ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇതേ അക്കാഡമിയിൽ വെച്ചൊരു കവിയരങ്ങിന് പിന്നെ മാഷ് ഇതൊക്കെ മറന്ന് സംസാരിച്ചു, ഞാനും സംസാരിച്ചു. അന്ന് വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് വിഷമമുണ്ട്, എന്നെ പരസ്യമായിട്ട് മാഷ് അപമാനിച്ച് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനൊരു മാഷാണ്, ക്ലാസ്സിൽ നിന്ന്
വേണ്ടാതിനൊക്കെ പറയുന്ന കുട്ടികളെയൊക്കെ ഇറക്കി വിടും. അതാ എൻ്റെ രീതി എന്ന് പറഞ്ഞു. എന്നിട്ട് 1 മണിക്കൂറോളം ആരാണ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, എന്താണ് പച്ചമലയാള പ്രസ്ഥാനം, എന്താണ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ സംഭാവന തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ്സാണ് എനിക്ക്. ആ മുഷിഞ്ഞ ക്യാൻവാസ് ചെയറിൽ നിന്നിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഹനുമാനൊക്കെ ഇങ്ങനെ വിജൃംഭിച്ച് നിൽക്കുന്ന പോലെ നിന്നിട്ട് ഒരു പ്രഭാഷണമാണ്. പിന്നെ ഫ്യൂഡൽ കാലത്തിൽ നിന്ന് ജനാധിപത്യ കാലത്തേക്ക്, രാജഭരണ കാലത്തിൽ നിന്ന് ജനാധിപത്യ കാലത്തിലേക്കുള്ള മാറ്റം എങ്ങനെയാണ് കാവ്യഭാഷയിൽ പ്രതിഫലിച്ചതെന്നും എങ്ങനെയാണ് ആ മാറ്റത്തിന് പച്ചമലയാള പ്രസ്ഥാനവും വെൺമണിക്കവികളും കുഞ്ഞുകുട്ടൻ തമ്പുരാനും ഒക്കെ നേതൃത്വം കൊടുത്തതെന്നും പറഞ്ഞ്, ഇപ്പം ഞാൻ മലയാളം പഠിക്കാത്ത ഒരാളാണ്, ഈ ചരിത്രമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അന്നും അറിഞ്ഞുകൂടാ, ഇന്നും അറിഞ്ഞുകൂടാ. ഒരു പ്രഭാഷണമാണ്, ഒരു ഗംഭീരമായ പ്രഭാഷണം. ഞാൻ മാത്രമേ ഉള്ളൂ കേൾക്കാൻ. അവസാനം പറഞ്ഞ വാചകം ഇതാണ്: തമ്പുരാനില്ലെങ്കിൽ ഞാനില്ല, നീയുമില്ല എന്ന് പറഞ്ഞാണത് നിർത്തിയത്. ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്കതൊന്നും അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു സൗമ്യമായിട്ട്. അതിലെ പരിഹാസം 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരുപാട് തരത്തിൽ കുമാരനാശാൻ്റെ പ്രരോദനം, ആശാൻ കവിതയുടെ ഉത്തുംഗ ശിഖരമാണ് എന്ന് വൈലോപ്പിള്ളി മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രരോദനത്തിലെ കുറേ ശ്ലോകങ്ങൾ അറിയാമായിരുന്നു. അർത്ഥമൊന്നും കാര്യമായിട്ട് അറിയില്ല, പക്ഷേ അത് പഠിച്ചു വച്ചിരുന്നു. അക്ഷരശ്ലോകത്തിൻ്റെ അസ്ഖ്യത ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. ഞാനത് നിർത്തിയത് ഒരനുഭവം കൊണ്ടാണ്. എൻ്റെ അമ്മുമ്മയായിട്ട് എനിക്ക് വലിയ ഹൃദയബന്ധം ഉണ്ടായിരുന്നു. എന്നിലൊരു കാവ്യ സംസ്കാരമുണ്ടാക്കി തന്നത് അവരാണ്. കുട്ടിക്കാലത്ത് ദിവസവും രാവിലെ ഹരിനാമകീർത്തനം ചൊല്ലും, നാരായണീയം വായിക്കും, ഭാഗവതം വായിക്കും, കർക്കിടമാസത്തിൽ രാമായണം വായിക്കും. അതിലൊക്കെ എന്നെ പങ്കെടുപ്പിക്കുകയും ചെയ്യും, കേൾവിക്കാരനായിട്ടോ അല്ലെങ്കിൽ കൂടെ വായിക്കുന്ന ആളായിട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാവ്യ സംസ്കാരം ഉണ്ടാക്കി തരിക കൂടി ചെയ്തതാണ് അമ്മുമ്മ. ആകെ വീട്ടിൽ എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഏക വ്യക്തി. അപ്പോൾ അങ്ങനെ ഒരു കാവ്യ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം, ആ അടിസ്ഥാനം ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് വൈലോപ്പിള്ളി മാഷ്ക്ക് അറിയാം. എന്നിൽ നിന്നുള്ള സംസാരത്തിൽ അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിലും അദ്ദേഹം പറയും ഇങ്ങനെ സംസ്കൃത പദങ്ങൾ കൂടിപ്പോകുന്നു എന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹം ധാരാളം സംസ്കൃത പദങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, വളരെ അധികം. എങ്കിലും പറയും സംസ്കൃത പദങ്ങൾ കൂടിപ്പോകുന്നു, ലളിതമായിട്ട് എഴുതണം എന്നൊക്കെ വെറുതെ പറയും ഇങ്ങനെ. ഞാൻ മാത്രമല്ല, എല്ലാവരും. അപ്പം ഞാൻ തിരിച്ചടിക്കും. സാരംഗ ശാപസ്പൃഷ്ടം തരക്ഷു മുഖാകൃഷ്ടം മാതംഗ ശുണ്ഠോദ്ഘൃഷ്ടം മഹിഷഘടാകൃഷ്ടം. വൈലോപ്പിള്ളി മാഷുടെ വരിയാണ്. ഇങ്ങനെ ലളിതമായിട്ട് ആണോ എഴുതേണ്ടത് എന്ന് ചോദിച്ചു വരിക. അപ്പോൾ മാഷ് പറഞ്ഞു ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു. അവന് ഓടിച്ചു എന്നെ. അങ്ങനെ പലപ്പോഴും കലഹവും ഒക്കെ ഉണ്ടാകാറുണ്ട്. പിന്നീട് മാഷ് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അത് ഉള്ളൂരിൻ്റെ സ്വാധീനം കൊണ്ട് എഴുതിപ്പോയതാണ് അങ്ങനെയൊക്കെ. ഉള്ളൂര് പെരിയാറിനോടെന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് നീ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വായിച്ചിട്ടില്ല. പറഞ്ഞു നന്നായി, ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ എന്ന് ചോദിച്ചു. അത് വായിക്കാൻ ഇത്തിരി കഷ്ടമാണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉള്ളൂരിൻ്റെ പെരിയാറിനോടെന്ന് പറയുന്ന കവിത വായിച്ചു. ഗംഭീര കവിതയാണ്. മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമുണ്ടെന്നേ ഉള്ളൂ. ഒരുപാട് ഗവേഷണം നടത്തണം. സംസ്കൃത
മലയാളം നിഘണ്ടു അടക്കം ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വേണം അർത്ഥം മനസ്സിലാക്കാൻ. അത് മാത്രം പോരാ, പുരാണവും ചരിത്രവും ഒക്കെ അറിഞ്ഞിരിക്കണം. ടി.എസ്. എലിയറ്റിൻ്റെ കവിതയൊന്നും വായിക്കാൻ ഇത്രയും പ്രയാസമില്ല. അങ്ങനെ ഒരു കവിതയാണ് പെരിയാറിനോട്. വൈലോപ്പിള്ളി മാഷും അങ്ങനെ തന്നെ പെരിയാറിനോടെന്ന് പറഞ്ഞ് ഒരു കവിത എഴുതി. ഉള്ളൂർ ഊന്നൽ കൊടുത്തത് പെരിയാറിനെ കുറിച്ചുള്ള പുരാണത്തിലും പുരാവൃത്തങ്ങളിലും ചരിത്രത്തിലും സംസ്കാരത്തിലും ഒക്കെയാണ്. അതിൻ്റെ ചുറ്റുമുള്ള ജീവിത സംസ്കാരത്തിലും. വൈലോപ്പിള്ളി മാഷും അതുപോലെ തന്നെ ഈ പെരിയാർ എന്ന കവിതയുടെ ഈ പെരിയാർ നദിക്ക് ചുറ്റുമുള്ള ഈ ജീവിതത്തിൻ്റെ സംസ്കാരത്തെയും അതിനെ പെരിയാർ നദി എങ്ങനെ പോഷിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതലും. അങ്ങനെ ആ നദിയെ ഒരു മെറ്റഫറാക്കിക്കൊണ്ട് കേരള സംസ്കാരത്തെയും ചരിത്രത്തെയും പുനർനിർവചിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ രണ്ട് കവികളും നടത്തിയത്. അപ്പോൾ ഉള്ളൂരിൻ്റെ പെരിയാറിനോട് എന്നുള്ളതിൻ്റെ പ്രചോദനം കൂടിയിട്ടാണ് മാതംഗ ശുണ്ഠോദ്ഘൃഷ്ടം മഹിഷഘടാകൃഷ്ടം എന്നൊക്കെ മാഷ് സാരംഗ ശാപസ്പൃഷ്ടം തരക്ഷു മുഖാകൃഷ്ടം മാതംഗ ശുണ്ഠോദ്ഘൃഷ്ടം മഹിഷഘടാകൃഷ്ടം എന്നൊക്കെ വൈലോപ്പിള്ളി മാഷ് എഴുതുന്നത് ആ ഉള്ളൂരിൻ്റെ സ്വാധീനത്തിലാണ്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഉള്ളൂരിൻ്റെ ഭൂതക്കണ്ണാടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമായിരുന്നു. അപ്പോൾ മാഷ് പറയും ഇങ്ങനെ, ഈ മാഷക്ക് ഇഷ്ടം പ്രേമസംഗീതമാണ് കൂടുതലിഷ്ടം. അതിനെക്കുറിച്ച് ഒരിക്കൽ ചങ്ങമ്പുഴയോട് മാഷ് പറഞ്ഞപ്പോൾ ചങ്ങമ്പുഴ മഹാ അശ്ലീലമായ ഒരു കമൻ്റ് പറഞ്ഞു അത്രേ. അതായത് ചങ്ങമ്പുഴയുടെ കൃതിക്ക് ഗംഭീരമായ ഒരു അവതാരിക അക്കാലത്ത് എഴുതി കൊടുത്തിട്ടുള്ള ആ ഉദാരമതിയാണ് ഉള്ളൂർ. പക്ഷേ വൈലോപ്പിള്ളി പറഞ്ഞ് പ്രേമസംഗീതം ഗംഭീരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചങ്ങമ്പുഴയ്ക്ക് മതിപ്പില്ല കവി എന്നുള്ള നിലയിൽ ഉള്ളൂരിനോട്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ തർക്കിച്ചു. അപ്പോൾ വൈലോപ്പിള്ളി മാഷി ചോദിച്ചു, ഇങ്ങനെ പ്രേമസംഗീതം ഗംഭീര കവിതയല്ലേ, അതൊരു സുപ്രീം പോയറ്റിക് അട്ടറൻസ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചങ്ങമ്പുഴ മഹാ അശ്ലീലമായൊരു കമൻ്റ് പറഞ്ഞു അത്രേ. സ്വാമിയാൽ നിരന്തരം ബലാത്സംഗം ചെയ്യപ്പെടുന്ന കൈരളിക്ക് അറിയാതെ ഉണ്ടായ രതിമൂർച്ചയാണ് ഈ പ്രേമസംഗീതം എന്ന് പറഞ്ഞു അത്രേ. പക്ഷേ ആമരണം ഉള്ളൂർ സ്വാമിയോടുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തോടും കവിത്വത്തോടും ഒക്കെയുള്ള ആദരവ്, ആരാധന വൈലോപ്പിള്ളി മാഷ് പുലർത്തി വന്നു. കാട്ടിലെ കല്ലമ്പലം പോലെയാണ് ഉള്ളൂരിൻ്റെ കവിത എന്ന് പറയും മാഷ്. അതങ്ങനെ എളുപ്പത്തിൽ അങ്ങ് പോകാൻ പറ്റില്ല, പോയി കാണാൻ പറ്റില്ല. ഗുരുവായൂർ പോകുന്ന പോലെ എളുപ്പത്തിൽ പോയി തൊഴുതു വരാൻ പറ്റില്ല, പോണ വഴിക്ക് പുലി പിടിക്കും ചിലപ്പോൾ എന്ന് പറയും. അങ്ങനെ ചങ്ങമ്പുഴയോട് തന്നെയും വലിയ ആദരവ് ഉണ്ടായിരുന്ന ആളാണ്. സമകാലികനാണെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ കവിതയൊക്കെ ഇഷ്ടമാണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കനം ഈ ചങ്ങമ്പുഴയുടെ കവിതയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 3-4 കവിതകൾ തന്നെ ചങ്ങമ്പുഴയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 3-4 കവിതകൾ ചങ്ങമ്പുഴ എന്ന് പറഞ്ഞ് തന്നെ ഒരു കവിത എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. മാത്രമല്ല ഒരുപാട് വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സുധാംഗതയുടെ ഇനോണിയുടെ തർജ്ജമയെ പ്രശംസിച്ചിട്ട് മാതൃഭൂമിയിൽ ഹരി എന്ന് പറഞ്ഞിട്ട് 41 എഴുതിയിട്ടുമുണ്ട് അദ്ദേഹം. അതിൽ വിമർശനമൊക്കെ ഉണ്ട്. പക്ഷേ ചങ്ങമ്പുഴയും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ഫിലോസഫർ എന്ന് പറയാവുന്ന കേസരി ബാലകൃഷ്ണപിള്ളയും പറഞ്ഞ ഒരു കാര്യത്തെ എന്നും മാഷ് എതിർത്ത് പോകുന്നു. അതായത് കേസരി ബാലകൃഷ്ണപിള്ളയും അതിനെ തുടർന്ന് ചങ്ങമ്പുഴയും പറഞ്ഞിട്ടുണ്ട്, മലയാള സാഹിത്യത്തിൻ്റെ ഭാവി പാശ്ചാത്യ സാഹിത്യത്തെ ആശ്രയിച്ചിട്ടായിരിക്കും എന്ന്. അതുകൊണ്ട് പാശ്ചാത്യ സാഹിത്യത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഈ സംസ്കൃത സാഹിത്യത്തെ നമ്മൾ വലിച്ചെറിയണം. സംസ്കൃത സ്വാധീനത്തിൽ നിന്ന് നമ്മൾ മുക്തരാകണം. പാശ്ചാത്യ സാഹിത്യത്തെയാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. നമ്മുടെ ഭാവി
പാശ്ചാത്യ സാഹിത്യത്തിൽ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മാഷ് പറയും ഇങ്ങനെ, എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 4 കാര്യങ്ങളാണ് നോക്കേണ്ടത്. 1 കേരളത്തിൻ്റെ ചരിത്രം, 2 കേരളത്തിൻ്റെ സംസ്കാരം, 3 നമ്മുടെ കേരളത്തിൻ്റെ ജീവിതം, 4 കേരളത്തിൻ്റെ പ്രകൃതി. ഈ 4 കാര്യങ്ങളിൽ നിന്ന് വേണം, ഈ 4 കാര്യങ്ങളായിരിക്കണം നമ്മുടെ കവിതയുടെ അടിസ്ഥാനം. ഞാൻ ഒന്നും കൂടി പറയാം, എൻ്റെ വാക്കുകളല്ല, മാഷുടെ വാക്കുകളാണ്. കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ സംസ്കാരം, കേരളത്തിൻ്റെ ജീവിതം, കേരളത്തിൻ്റെ പ്രകൃതി, ഈ 4ഉമായിരിക്കണം നമ്മുടെ കവിതയുടെ അടിസ്ഥാനം. പാശ്ചാത്യ സാഹിത്യവും സംസ്കൃത സാഹിത്യവുമൊക്കെ നമുക്ക് സഹായകമായിക്കോട്ടെ, പക്ഷെ നമ്മുടെ അടിസ്ഥാനം ഈ 4 കാര്യങ്ങളായിരിക്കണം. അത് വളരെ വ്യക്തമായി മാഷ് പറയും, അതിലൊരു സന്ധിയും മാഷ്ക്കില്ല. അങ്ങനെ ഒരു കവിത ആണ് മാഷ് സാക്ഷാത്കരിച്ചതും ആദർശമായി മാഷ് കണ്ടത്. എങ്കിലും മാഷ് പറയാറുണ്ട്, ഇപ്പം ഞാനൊരിക്കൽ ചോദിച്ചു മാഷോട്, മാഷേക്കാൾ വലിയ കവികൾ ആരെങ്കിലും ഉള്ളതായിട്ട് മാഷ് സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. കാരണം എല്ലാ കവികളെയും കുറ്റം പറയും. അപ്പോൾ ശങ്കരക്കുറുപ്പിന് അധ്യാപകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതയുടെ ദോഷങ്ങൾ പറയും. അങ്ങനെ മിക്ക കവികളെയും ചീത്ത പറയും, പല ദോഷങ്ങളും പറയും. അപ്പം ഞാനീ പറഞ്ഞ ഈ ധാരണ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹം ഗുരുസ്ഥാനത്ത് കാണുന്ന വള്ളത്തോളാണ്. ഈ കേരളത്തിൻ്റെ സംസ്കാരം, കേരളത്തിൻ്റെ ജീവിതം, കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ പ്രകൃതി എന്നിവയിൽ അടിയുറച്ച ഒരു കാവ്യ സംസ്കാരം എന്ന സങ്കല്പം വൈലോപ്പിള്ളി മാഷ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, വൈലോപ്പിള്ളി മാഷ് തന്നെ പറഞ്ഞിട്ടുള്ള, അത് വൈലോപ്പിള്ളി മാഷ് അത് രൂപീകരിച്ചത് വള്ളത്തോളിൽ നിന്നാണെന്നാണ്. അപ്പോൾ സംസ്കൃത സാഹിത്യത്തിലുള്ള പരിജ്ഞാനവും പാശ്ചാത്യ സാഹിത്യത്തിലുള്ള പരിജ്ഞാനവും അതിൽ നിന്നും ലഭിക്കുന്ന സംസ്കാരവുമൊക്കെ ഈ അടിസ്ഥാനത്തിലേക്ക് വിലയിപ്പിക്കുകയാണ് ഒരു കവിയുടെ ധർമ്മം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അല്ലാതെ അവരെ അനുകരിച്ച് എഴുതുക എന്നതല്ല. പക്ഷെ ചങ്ങമ്പുഴയും ഈ കേസരി ബാലകൃഷ്ണ പിള്ളയും ഒക്കെ ജീവിത ദുരന്തങ്ങൾക്കെല്ലാം കാരണം ഇവിടുത്തെ ഈ ജാതി വ്യവസ്ഥയും ഇവിടുത്തെ ഈ ബ്രാഹ്മണ മേധാവിത്വവും ഇവിടുത്തെ ജന്മിത്ത വ്യവസ്ഥയും അതിൻ്റെ സംസ്കാരവും ഭാഷയും ആ സംസ്കൃത ഭാഷയും ഒക്കെ ആണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അത്ര പൂർണ്ണമായിട്ട് ഇതിനെല്ലാം തള്ളിക്കളയുന്ന ഉച്ഛൃംഖലത്വം വൈലോപ്പിള്ളി മാഷ്ക്ക് സ്വീകാര്യമായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ കവിത വായിച്ചാൽ തന്നെ നമുക്കറിയാം. അദ്ദേഹം രാമൻ്റെ ദുഃഖകഥ ഏവം രചിച്ച മുനി വാൽമീകി എന്തൊരു ഉദാരൻ, 30 ശതാബ്ദം അത്ഭുത നിരുദ്ധം ഭാവുകമനങ്ങൾ എരിപാവകനിൽ നീറ്റി അതിപാവനതയേറ്റിയൊരു ഉദാരൻ എന്നൊക്കെ ദണ്ഡകം വരെ എഴുതിയിട്ടുള്ള ആളാണ്. പൃഥ്വി എന്ന വൃത്തത്തിലും വിയോഗിനിയിലും ശ്രദ്ധരയിലും ശാർദൂല വിക്രീഡിതത്തിലും അടക്കം ഒരുപാട് സംസ്കൃത വൃത്തങ്ങളിൽ അനായാസമായി രചന നടത്തിയിട്ടുള്ള ആളാണ് വൈലോപ്പിള്ളി മാഷ്. എല്ലാത്തിലും ഒരേ ആത്മാർത്ഥതയോടെ തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പ്രരോദനത്തെക്കുറിച്ച് പറഞ്ഞു. കുമാരനാശാൻ്റെ സാധാരണ കുമാരനാശാൻ്റെ സാമൂഹ്യ പ്രസക്തിയുള്ള കവിതകളാണ് പ്രചാരത്തിലുള്ളത്. പ്രരോദനം അങ്ങനെ പ്രചാരത്തിലുള്ള ഒന്നല്ല. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ അമ്മൂമ്മയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കണ്ണി വിട്ടുപോയി, അത് ഞാൻ പറയാം. ഞാൻ അക്ഷരശ്ലോകം നിർത്തിയതിൻ്റെ കാര്യമാണ്. അക്ഷരശ്ലോകത്തിന് വേണ്ടിയാണ് ഈ ഇത് പഠിച്ചത്, ഈ പ്രരോദനത്തിലെ ശ്ലോകങ്ങൾ പഠിച്ചത്. പക്ഷെ എൻ്റെ അമ്മൂമ്മ മരിച്ചപ്പോൾ ശവസംസ്കാരം നടക്കുമ്പോൾ നീർക്കൊട എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പം അത് കഴിഞ്ഞാലേ അവിടെ നിന്ന് ആളുകൾക്ക് പിരിയാൻ പറ്റുള്ളൂ. അത്ര നേരം ആ ചിതയ്ക്ക് ചുറ്റും ഇരുന്ന് കുറേ കാർന്നോമാർ അക്ഷരശ്ലോകം ചൊല്ലുന്നു. അതെന്നെ ഞെട്ടിച്ചു. അന്ന് നിർത്തി അക്ഷരശ്ലോകം. എങ്കിലും ഈ പഠിച്ച പ്രരോദന ശ്ലോകങ്ങൾ മനസ്സിലുണ്ടായിരുന്നു.
അപ്പോൾ വൈലോപ്പിള്ളി മാഷ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിലെ ഗംഭീരങ്ങളായ കൽപ്പനകളെക്കുറിച്ചുമൊക്കെ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞ് എനിക്കും അത് ഭയങ്കര പ്രചോദനമായിരുന്നു. ഞാൻ കുത്തിയിരുന്ന് പിന്നെയും പ്രചോദനം വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാകുന്നില്ല. വൈലോപ്പിള്ളി മാഷാണ് പറഞ്ഞത്, ഇന്ത്യൻ ഫിലോസഫി പഠിക്കാതെ ശരിക്കും ആശാൻ കവിത മനസ്സിലാവില്ല. കാരണം ആശാൻ കവിതയിൽ മുഴുവൻ ഫിലോസഫിയിലെ സാങ്കേതിക പദങ്ങൾ കാവ്യഭാഷയിൽ ലയിപ്പിച്ച് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. അവയുടെ അർത്ഥം ലൗകികമായ വ്യാവഹാരിക ഭാഷയിലുള്ള അർത്ഥമല്ല. സ്നേഹമെന്ന് ആശാൻ പറയുന്നത് അഗാപ്പെ എന്ന ഗ്രീക്ക് തത്വചിന്തയിലെ സ്നേഹത്തിൻ്റെ അർത്ഥത്തിലാണ്, നിരുപാധികമായ സ്നേഹം എന്ന അർത്ഥത്തിൽ തുടങ്ങി ഒരുപാട് സാങ്കേതിക പദങ്ങൾ. അപ്പോൾ ശരിക്കും ഇന്ത്യൻ ഫിലോസഫി പഠിക്കാതെ അത് മനസ്സിലാവില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ ഇന്ത്യൻ ഫിലോസഫി പഠിക്കാൻ എന്ത് മാർഗം എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന കാലത്താണ് വി കെൻ്റെ വീട്ടിൽ ചെന്നുപെടുന്നത്. അപ്പോൾ വി കെ ഒരു കാര്യം എന്നോട് പറഞ്ഞു, എടാ ഇന്ത്യൻ ഫിലോസഫി പഠിക്കണമെങ്കിൽ തർക്കശാസ്ത്രം പഠിക്കണം. ഇവിടെ അടുത്തൊരു തർക്കശാസ്ത്ര പണ്ഡിതനുണ്ട്, കലക്കത്ത് ഗോവിന്ദൻ നമ്പ്യാർ. ഞാൻ നിനക്കൊരു കത്ത് തരാം, അതുകൊണ്ട് ചെന്നാൽ അദ്ദേഹം പഠിപ്പിക്കും എന്ന് പറഞ്ഞു. ഞാൻ കത്തുമായിട്ട് ഗോവിന്ദൻ നമ്പ്യാരുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. എന്നിട്ടാണോ തർക്കശാസ്ത്രം പഠിക്കാൻ വരുന്നത്? അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. അപ്പോൾ ഗോവിന്ദൻ നമ്പ്യാർ ഒരു സ്ത്രീയോട് പറഞ്ഞു, കുറച്ച് സംഭാരം കൊണ്ടുവന്നു. അത് തന്നു, ഞാൻ കുടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 12:30 ഒരു വണ്ടിയുണ്ട്, വൈകുന്നതിന് മുമ്പ് തൃശ്ശൂരെത്താം. ഇപ്പം കവിതയൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം, അതൊക്കെ മതി. ഈ തർക്കമൊക്കെ പഠിച്ചതേ എന്നെപ്പോലെ ഇരിക്കുന്ന കണ്ടില്ലേ, വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ച് അദ്ദേഹം വിട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വി കെ എൻ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ എനിക്കൊരു പണി തന്നതാണെന്ന്. പക്ഷെ എങ്കിലും ഞാൻ പിന്നീട് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആശാൻ്റെ കവിതയെക്കുറിച്ച് അപ്പോൾ എപ്പോഴും വള്ളത്തോളാണ് വൈലോപ്പിള്ളി മാഷ്ക്ക് ആദർശം. ഏറ്റവും വലിയ ആദർശം വള്ളത്തോളിൻ്റെ കവിതയാണ്. ഇമ്മന്നിൽ അപ്സര സ്ത്രീകൾ നാം വേശ്യമാർ, നമ്മൾക്ക് 2 ജീവിത വൃത്തികൾ, നന്മയ്ക്ക് കോവിലിൽ പോയി നൃത്തമാടലും പുമാനസങ്ങളെ നൃത്തമാടിക്കലും എന്നോ, പൂമണിമേടത്തളത്തിൽ ഉച്ചയ്ക്കൊരു കോമളകണ്ഠിയം വേഷകുമാരികൾ രാമായണം മുതാ വായിച്ചിടും വിധൗ വ്യോമാന്തരേ നിന്നു നിശ്ചലം ഭാസ്കരൻ എന്നോ ഒക്കെ വള്ളത്തോളിൻ്റെ കവിത ഇങ്ങനെ ചൊല്ലും മനോഹരമായിട്ട്. അത് അദ്ദേഹം ആസ്വദിച്ചിങ്ങനെ ചൊല്ലുകയും അദ്ദേഹം എല്ലാം മറക്കുകയും ചെയ്യും. പോയാലും പൊടിയിൽ കളിക്കുവതിനായി നിന്നമ്മതൻ മേനിയിൽ ചായാനും അറിയാനും ഇത്തിരി കഴിഞ്ഞിട്ടാം ഇളം പൈതലേ, നീയാകും നിധിയെ കൊടുത്ത പരമോദാരൻ്റെ പാതാരുണഛായാ ചാതുരി നേർക്കു കണ്ട് ഒരു ലയം പ്രാപിച്ചിരിപ്പാണവൾ എന്ന ശ്ലോകം ചൊല്ലിയിട്ടിങ്ങനെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. മാഷ് ഞാനൊക്കെ അവിടെ ഉണ്ടെന്ന് മറന്നുപോയിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും. എങ്ങനെ ഈ മറ്റേ കഥകളിയിൽ ഈ സൂര്യൻ മറയുമ്പോൾ ഇങ്ങനെ കൃമീരവധത്തിലെ ധർമ്മപുത്രൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ അന്തിച്ച് നിൽക്കും ഇങ്ങനെ കുറച്ചു നേരം. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു വള്ളത്തോളിൻ്റെ കവിത അദ്ദേഹം. വള്ളത്തോളിൻ്റെ കവിത മാത്രമല്ല, പറയും മാധവിയമ്മയുടെ കൈപുണ്യം, അതായത് വള്ളത്തോളിൻ്റെ ഭാര്യയുടെ പാചകത്തെക്കുറിച്ച്. പാചകം അദ്ദേഹത്തിന് വലിയ ഒരു ആയിരുന്നു. എന്നോടുള്ള ഒരു ഇഷ്ടം, ഞാൻ ചെന്നാൽ തേങ്ങ ചിരകി കൊടുക്കും, ഉള്ളി തൊണ്ട് കളഞ്ഞു കൊടുക്കും, അങ്ങനെ പാചകത്തിന് സഹായിക്കുമെന്നത് വലിയ. അതുകൊണ്ട് പല പാചക രഹസ്യങ്ങളും അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കണ്ടിട്ടുള്ളത് ഉലുവ വറുത്തിടും അവസാനം എന്നാണ്. പക്ഷെ മാഷാണ് പറഞ്ഞു തന്നത് ഈ നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ ഇത്തിരി ഉലുവപ്പൊടി ചേർത്ത് അവസാനം ഇട്ടാൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് പഠിപ്പിച്ചു തന്ന മാഷാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ.
ഞാൻ മാഷ്ക്ക് തിരിച്ചും ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ. അതായത് ശർക്കര മാഷ് ചേർക്കുക, വെല്ലം. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കൽ കൽക്കണ്ടപ്പൊടി ചേർത്താൽ കൂടുതൽ സ്വാദായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചും ഒരു ഗുരുദക്ഷിണ അക്കാര്യത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൽക്കണ്ടപ്പൊടി ചേർത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. അത് എൻ്റെ കണ്ടുപിടുത്തമാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ വീട്ടിലൊന്നും കണ്ടല്ലോ. വീട്ടിലൊക്കെ ഈ ശർക്കര ചേർക്കുക, വെല്ലം. ആ മാഷ് അങ്ങനെയാണ്. ഒരിക്കൽ മാഷ് തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നാൽ ഈ പഴയ റാപ്പർ പൊട്ടിക്കാത്ത ഈ ഇതെല്ലാം എടുത്ത് റാപ്പറൊക്കെ പൊട്ടിച്ച് അടുക്കി വയ്ക്കും. ഒരുപാട് ഇങ്ങനെ കുമിഞ്ഞ് കിടക്കും റാപ്പർ പൊട്ടിക്കാത്ത പ്രസിദ്ധീകരണങ്ങൾ വന്നത്. അപ്പം അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഒരു സാധനത്തിൽ ഒരു ആധുനിക നിരൂപകൻ എഴുതിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു കവി വൈലോപ്പിള്ളിയെ മറികടന്നു എന്ന്. അപ്പം ഞാൻ പറഞ്ഞത് മാഷുടെ കവിതയെ മാഷെ മറികടന്നു ഇതുപോലെ ഒരു കവിയെന്ന് ഇങ്ങനെ ഒരു നിരൂപകൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചെരവേമ ഇരുന്നുകൊണ്ട് ചിരിച്ചോണ്ട് മാഷ് പറഞ്ഞു, ഓ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ ഉറങ്ങുമ്പോഴായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനീ പരസ്പര ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് പറയുന്നതിൽ ക്ഷമിക്കണം. അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സും ഓർമ്മകളും ഒക്കെ. അതിന് വലിയ ക്രമമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോഴൊക്കെ രൂക്ഷമായിട്ട് പ്രതികരിക്കുക, എന്നെ ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ എനിക്കിന്നും വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്. അക്ഷരശ്ലോക പരിഷത്തിൻ്റെ വാർഷികം, അതിന് കവിയരങ്ങുണ്ട്. മാഷാണ് സ്ഥിരം അധ്യക്ഷൻ. എന്നെയും വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തലേ ദിവസം വൈകുന്നേരം ചെന്നു. അന്ന് മദ്യപിക്കുന്ന കാലമാണ്. ഒരു തോൾ സഞ്ചിയുണ്ട്, ഈ സഞ്ചിയിൽ മദ്യക്കുപ്പിയുണ്ട് എൻ്റെ. അപ്പം രാത്രി മാഷ് ഉറങ്ങി ആ പൊളിഞ്ഞ സോഫയിൽ കിടക്കുകയാണ് ഞാൻ, മാഷ് മുറിയിലും. അപ്പം മാഷ് കിടന്ന് ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ ഞാൻ കുറേ മദ്യം കുടിക്കുകയും ബാക്കി മദ്യം ആ സോഫയുടെ അടിയിൽ വയ്ക്കുകയും ചെയ്തു. രാവിലെ വൈകി എഴുന്നേറ്റപ്പോൾ അപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ വന്നു. NK ദേശം അവരൊക്കെ വന്നു. കവിയരങ്ങിൽ പോകേണ്ട ആളുകളൊക്കെ വന്നപ്പോൾ മാഷ് എന്നെ വിളിച്ചുണർത്തി. എനിക്കടാ പോയി കുളിക്കുന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂട്ടി. ഞാൻ ഈ മദ്യക്കുപ്പി സോഫയുടെ അടിയിൽ വെച്ച കാര്യം മറന്നുപോയി. അങ്ങനെ ഞാൻ കവിയരങ്ങിന് പോയി. കവിയരങ്ങെല്ലാം കഴിഞ്ഞ് വന്ന് സുഹൃത്തുക്കളുടെ കൂടെ കാണുന്ന ഞാൻ രാത്രിയായി വന്നപ്പോൾ. അപ്പം വൈലോപ്പിള്ളി മാഷ് മദ്യപിക്കുന്നതിനൊന്നും എതിരല്ല. മദ്യപിച്ച് അവിടെ ചെന്നാലും മാഷ്ക്ക് പ്രശ്നമൊന്നുമില്ല. ഒരിക്കൽ ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചു, മാഷെ ക്ഷമിക്കണം, ഞാൻ ഇന്നലെ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചങ്ങമ്പുഴയുടെ സുഹൃത്തായ എന്നെയാണോ നീ മദ്യപിച്ച് പേടിപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ. അതിലൊക്കെ വളരെ ഉദാരമതിയാണ് അദ്ദേഹം. പക്ഷേ ഒരു കുഴപ്പം പറ്റി. അന്ന് വൈകുന്നേരം മാഷെ കാണാൻ വന്ന ചില വയസ്സായ സുഹൃത്തുക്കൾ എന്തോ പരിപാടിക്ക് പെൻഷനേഴ്സിൻ്റെ യോഗമോ മറ്റോ ആണ്, ക്ഷണിക്കാം സുഹൃത്തുക്കൾ വന്നപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അവരുടെ കാല് തട്ടി മദ്യം മറിഞ്ഞു. ഹായ് ശ്രീധരമേനോൻ ഇതും തുടങ്ങിയോ എന്ന് ചോദിച്ചു. അത് വലിയ നാണംകേടായി. ഞാനിത് അറിയുന്നില്ല. ഞാൻ കുറേ നാൾ കഴിഞ്ഞ് മുല്ലനേഴി പറഞ്ഞിട്ടാണ് ഇത് അറിയുന്നത്, ഇതാണ് സംഭവമെന്ന്. ഞാൻ രാത്രി സുഹൃത്തുക്കളുടെയൊക്കെ കൂടെ കറങ്ങി തിരിച്ചു വന്നപ്പം മാഷിങ്ങനെ അവിടെ ഗേറ്റിൽ നിൽക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി മേലാൽ നീ പടി കയറിപ്പോരുത്, എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെക്കുറിച്ച് ആരോ പരദൂഷണം സാരമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാഷ്ക്ക് വിശ്വാസമുള്ള ആളുകൾ പറഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്, പക്ഷെ പറഞ്ഞാൽ മാഷ്ക്ക് പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല അത്. അപ്പോൾ എൻ്റെ കാര്യം പോയി. ഇനി വൈലോപ്പിള്ളി മാഷെ മറക്കാം, കവിത മാത്രം വായിക്കാം എന്ന് വിചാരിച്ച് ഞാൻ പോയി. വളരെ നാൾ കഴിഞ്ഞ് പിന്നെ ഒരു കവിയരങ്ങിന് ഇവിടെ വന്നു. കടമനിട്ട് രാമകൃഷ്ണൻ ഞാനും ഉണ്ട്. അപ്പോൾ അതിൽ കടമനിട്ട് രാമകൃഷ്ണനെക്കുറിച്ച് ഒരു കാര്യം പറയണം. ഞാൻ ഇവിടെ രാവിലെ വരികയാണ് കവിത വായിക്കാൻ. അപ്പോൾ ബെന്നി ടൂറിസ്റ്റ് ഹോമിൽ കടമനിട്ട് രാമകൃഷ്ണൻ ഉണ്ട് എന്നറിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം, അപ്പോൾ ആ മുറിയിൽ കുറേ പേരിങ്ങനെ ഈ നാഗാസ്ത്രമേറ്റ് കിടക്കുന്ന വാനരന്മാരെ പോലെ തലേ ദിവസം രാത്രി കുടിച്ചിട്ട് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്നുണ്ട്. ചിലരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. കടമനിട്ട് എഴുന്നേറ്റ് രാവിലെ തന്നെ മദ്യപാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അത് തുടർന്നു. പിന്നെ പുതിയ അതിഥികൾ വന്നു. അത് കടമനിട്ട കവിത ചൊല്ലുന്നു മുറിയിൽ. ഒരു 11:30 മണിയായപ്പോൾ സംഘാടകർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബാല എങ്ങനെയെങ്കിലും പുള്ളിയെ വിളിച്ചുകൊണ്ടിരണം, അവിടെ തീരാറായി കവിയരങ്ങ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ കവിയരങ്ങ് തീരാറായി, നമുക്ക് പോണ്ടേ? തീരാറായോ എന്ന് ചോദിച്ചു. കടമനിട്ട ഇരുന്ന ഇരിപ്പിൽ
ഞാൻ പറഞ്ഞു തീരാറായി. അവർ സംഘാടകർ മുറിയെടുത്ത് കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. അപ്പം കടമനിട്ട പറയാണ്, എന്നാൽ അവന്മാരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ, ഏതായാലും തീരാറായല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇനി വായിക്കാൻ എന്ന്. അതായത് ഈ ഓഡിയൻസിനോട്, അക്കാഡമിയിൽ ഇരിക്കുന്ന ഓഡിയൻസിനോട് അങ്ങോട്ട് ചെല്ലാൻ, ഇനി ഇവിടം വരെ വരണ്ടല്ലോ. അവിടെ നിന്നാണ് പൊക്കിയെടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം കവിത വായിച്ചു, ഞാനും കവിത വായിച്ചു. വൈലോപ്പിള്ളി മാഷ് ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ഈ വരവ് പോക്കൊക്കെ, അധ്യക്ഷനാണല്ലോ. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം പോയി, ഇന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ വധിക്കും. അടുത്ത് ചെന്നപ്പോൾ മാഷ് പറഞ്ഞു ഇങ്ങനെ, കടമൻ്റെക്കും കൂടി കേൾക്കാം, കവിത നന്നായി, പക്ഷെ അലർച്ച ഇത്തിരി കുറയ്ക്കാം, ഞങ്ങളാരും ചെകിടന്മാരല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മാഷി ചോദിച്ചു, നീ ഊണ് കഴിച്ചോ? ഞാൻ പറഞ്ഞില്ല. എന്നാ വാ, ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, മുല്ലനേഴി കുറച്ച് മാമ്പഴം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ പണ്ട് എന്നെ ഓടിച്ച കാര്യം മറന്നുപോയി. അങ്ങനെ വീണ്ടും എനിക്ക് അവിടെ പ്രവേശനം കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും. ഇപ്പം മാമ്പഴം എന്ന അദ്ദേഹത്തിൻ്റെ കവിത, അപ്പോൾ അന്ന് മുളന്തുരുത്തി ഹൈസ്കൂളിലാണ്. അപ്പോൾ പേപ്പർ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വന്നു, പരീക്ഷാ പേപ്പർ. അപ്പം മുളന്തുരുത്തി ഹൈസ്കൂളിൽ താമസിക്കണം. കരുണാകരൻ നായർ എന്ന് പറഞ്ഞ പ്യൂൺ, അദ്ദേഹമായിട്ടാണ് താമസിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കുറേ ദിവസം താമസിക്കേണ്ടി വന്ന കാലത്താണ് ഈ മാമ്പഴം എഴുതുന്നത് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാദ്യം എഴുതി ഇങ്ങനെ വന്നപ്പോൾ പുറയിൽ നിന്ന് കരുണാകരൻ നായർ നോക്കി എന്താ എഴുതുന്നതെന്ന്. ഒറ്റ കാരണം കൊണ്ട് അത്ര എഴുതിയ കടലാസ് മുഴുവൻ കീറിക്കളഞ്ഞു, ദേഷ്യപ്പെട്ടു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് എഴുതിയില്ല. വീണ്ടും എഴുതിയ മാമ്പഴമാണ് നമ്മളൊക്കെ വായിച്ചത്. ആദ്യം എഴുതിയത് കീറിക്കളഞ്ഞു, കരുണാകരൻ നായർ എത്തി നോക്കിയ കാരണം, ആ ഒറ്റ ദേഷ്യത്തിൽ. അതുപോലെ തന്നെ ആണ് സഖ്യൻ്റെ മകൻ. പെരുവാരത്ത് 51-ലോ 52-ലോ ആണെന്ന് തോന്നുന്നു, ഒരു ആന അടഞ്ഞു. ചങ്കരോത്ത് ഗോപാൽ എന്ന് പറഞ്ഞ ആനയുടെ പേര്. പനമ്പള്ളി ഗോവിന്ദമേനൻ്റെ ഭാര്യ വീട്ടുകാരുടെ എന്തോ ബന്ധമുള്ളൊരു വീടാണ്, അന്നമനട അടുത്തെങ്ങോ. ചങ്കരോത്ത് ഗോപാലൻ ഭീകരനായ ആനയാണ്. അപ്പോൾ മാഷ് പറയുന്നത്, ഈ ആന മതം ഇളകി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ നിലത്ത് ഇടിച്ചുകൊണ്ടിരിക്കും, ചെവി അനക്കില്ല, ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് പലർക്കും തോന്നി ആന കുഴപ്പമാണെന്ന്. അവസാനം ആന ഇടഞ്ഞു. പാപ്പാനെ മേലേക്ക് എറിഞ്ഞിട്ട് കൊമ്പ് ഉയർത്തി നിന്നു. അയാളെ കഷണങ്ങളാക്കി എറിഞ്ഞു അമ്പലത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അന്ന് ഈ ആനയെ എറിഞ്ഞിരുത്താൻ, എവിടെ ആന ഓടിയാലും കല്ലെടുത്ത് മർമ്മത്തിൽ എറിഞ്ഞ് ആനയെ ഇരുത്തുന്ന ചില വിദഗ്ധർ ചേന്നമംഗലം ഭാഗത്തുണ്ടായിരുന്നു. ഒരു കുമാരമേനോനും കൃഷ്ണമേനോനും ഒക്കെ. അവരുടെ വീട്ടുപേര് എനിക്ക് ഓർമ്മയില്ലായിരുന്നു, മാഷ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായി. ആ വീട്ടുപേര് അറിയാൻ വേണ്ടി ഇന്ന് ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് പോയി. വൈലോപ്പിള്ളി മാഷ തറവാടിനടുത്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനായ കൃഷ്ണൻ താമസിക്കുന്നത്. മാക്കോട്ടിൽ നിന്നാണ് പേര്, വീട്ടുപേര് ചേന്നമംഗലത്ത്. കൃഷ്ണൻ്റെ അമ്മ വീട് അവിടെ എവിടെയോ ആണ്. കൃഷ്ണനത് നന്നായിട്ട് അറിയാം. അപ്പോൾ മാക്കോട്ടിൽ വീട് ഒരുപാടുണ്ട്. പടിഞ്ഞാറേ മാക്കോട്ടിൽ എന്നൊക്കെ, കിഴക്കേ മാക്കോട്ടിൽ നിന്ന്. അവിടെ കിഴക്കേ മാക്കോട്ടിലെയാണ് ഈ കുമാരമേനോനും കൃഷ്ണമേനോനും പിന്നെ ഒരു ശങ്കരയ്യനും കൂടി ഈ ആന ഇടഞ്ഞു എന്ന് കേട്ടിട്ട് വന്നു. പെരുവാരത്തമ്പലത്തിൽ ആന ഇടഞ്ഞു എന്ന് കേട്ടിട്ട് വന്നു. പാപ്പാനെ കൊന്നു എന്നൊക്കെ കേട്ടപ്പോൾ. ആ ആന പലരെയും കൊന്നിട്ടുണ്ട്. അങ്ങനെ മതിലിൽ കയറിയിരുന്ന് ഇവരാദ്യം ആന മാറിയപ്പോൾ ഈ പാപ്പാൻ്റെ പീസായ ശരീരമൊക്കെ പറക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആന വന്ന് വീണ്ടും ഇവർ ചാടി മതിലിൽ കയറി ആനയെ എറിഞ്ഞ് ഇരുത്താൻ ശ്രമിച്ചു. പക്ഷേ
ഈ ചങ്കരോത്ത് ഗോപാലൻ്റെ അടുത്ത് ഇവരുടെ അഭ്യാസമൊന്നും ഓടിയില്ല. അതിനിടയ്ക്കൊരു വലിയ അബദ്ധം പറ്റി. ഈ മാക്കോട്ട് കുമാരമേനോൻ താഴേക്ക് വീണുപോയി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്. ആന ഓടി വന്നു. അപ്പോൾ ഇയാൾ ഓടിയിട്ട് കാടിക്കുഴിയിൽ ചാടി. തെക്ക് വശത്ത് കാടിക്കുഴിയുണ്ട്, കാടിക്കുഴിയിൽ ചാടി. അപ്പോൾ കാടിക്കുഴി അങ്ങ് പുറത്ത് വരെ ഉണ്ട്. ആന ചവിട്ടിയൊക്കെ നോക്കി അവിടെ. ഇയാൾ മുങ്ങിക്കിടന്നു. പക്ഷെ ആന പോയോ എന്ന് എത്തി നോക്കിയപ്പോൾ, കാടിക്കുഴിയിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ ആന കണ്ടു. അങ്ങനെ വന്ന് ഈ മാക്കോട്ട് കുമാരമേനോനെ എടുത്ത് കഷണമായിട്ട് ചീന്തി എറിഞ്ഞു. അങ്ങനെ അന്ന് കളക്ടറുടെ ഓർഡർ വേണം വെടിവെക്കണമെങ്കിൽ. ആന 12 പേരെയോ മറ്റോ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ വെടിവെക്കാൻ ഓർഡർ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 13ാമത്തെ ആളോ മറ്റോ ആണ് മാക്കോട്ട് കുമാരമേനോൻ. ഇതെല്ലാം മാഷ് പറഞ്ഞ അറിവുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ തേടിയാണ് ഞാൻ ഇന്ന് കൃഷ്ണൻ്റെ അടുത്ത് പോയത്. അപ്പോൾ അങ്ങനെ വെടിവെക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അമ്പലത്തിൽ അപ്പോൾ പ്രശ്നം വെച്ചു, വെടിവെച്ചാൽ എങ്ങനെയാണ് എന്ന്. ആരോ പ്രശ്നം വെച്ച് നോക്കിയിട്ട് അമ്പലത്തിനകത്ത് വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല ആനയെ, ദേവൻ കോപിക്കും. അങ്ങനെ തെക്കുവശത്തെ മതിൽ പൊളിച്ച്, കളക്ടറുടെ ഓർഡറിൽ തെക്കുവശത്തെ മതിൽ പൊളിച്ച് ആനയെ എറിഞ്ഞ് പുറത്തിറക്കിയിട്ടാണ് വെടിവെച്ച് കൊന്നത്. ഇട്ടൻ മാത്തുക്കുട്ടിയെന്നോ മാത്തുണ്ണിയെന്നോ പേരുള്ള ഒരാളാണ് അന്ന് വെടിവെച്ചത് ആനയെ. അന്നത്തെ വിഖ്യാതമായൊരു കേസാണത്. അപ്പോൾ ഇത് വൈലോപ്പിള്ളി മാഷിൻ്റെ മനസ്സിൽ വളരെ കാലം കിടന്നാണ് ഈ സഹ്യൻ്റെ മകൻ രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഒരു ഭൗതിക അടിസ്ഥാനം ഇതാണ്. സഹ്യൻ്റെ മകൻ പിന്നെ മറ്റൊരു ലോകത്തിലേക്ക് പോയി എങ്കിലും അതിൻ്റെ ധ്വനി കൊണ്ട് റൂസോയുടെ സ്വാതന്ത്ര്യ സങ്കല്പം വരെ സഞ്ചരിച്ചു വന്നു. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ് തുടങ്ങിയ അക്കാലത്തെ റൂസോയുടെ വലിയ റൊമാൻറ്റിക് സങ്കല്പങ്ങൾ വരെ വൈലോപ്പിള്ളിയുടെ സഹ്യൻ്റെ മകൻ സഞ്ചരിക്കുകയുണ്ടായി. പക്ഷെ അതിൻ്റെ പ്രഭവം ഈ സംഭവമാണ്. ഈ മാക്കോട്ട് കുമാരമേനനെയും ആനപ്പാപ്പാനെയും ഒക്കെ ചങ്കരോത്ത് ഗോപാലൻ കൊന്ന ചരിത്രമാണ്. പിന്നെ മാഷ് പറഞ്ഞതനുസരിച്ച് എനിക്ക് ഓർമ്മയുള്ളത്, ഈ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് ബന്ധമുള്ളൊരു വീടാണ് ഇതെന്നും അവർ കേസ് പറഞ്ഞുവെന്നും അന്നത്തെ 23,000 രൂപ നഷ്ടപരിഹാരമായി സർക്കാരിൽ നിന്ന് മറ്റോ മേടിച്ചു എന്നുമൊക്കെയാണ്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ അതുമാത്രമാണോ ഭൗതികമായൊരു അടിസ്ഥാനം? അങ്ങനെയല്ലെന്ന് തോന്നുന്നു. 41 ദിവസം വിഷമജ്വരം ബാധിച്ച് വൈലോപ്പിള്ളി മാഷ് ആശുപത്രി കിടന്നിട്ടുണ്ട്, സർക്കാർ ആശുപത്രി. 41 ദിവസം. അദ്ദേഹത്തിൻ്റെ സമൃദ്ധമായി ഉണ്ടായിരുന്ന മുടിയെല്ലാം കൊഴിഞ്ഞുപോയി എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ സംഭവത്തിന് ശേഷം അന്ന് ഈ കൃഷ്ണൻ്റെ അച്ഛൻ ഗോവിന്ദൻകുട്ടി മേനോനും അതുപോലെ വൈലോപ്പിള്ളി രാമൻകുട്ടി മേനോൻ അന്ന് വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. വൈലോപ്പിള്ളി മാഷുടെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഒരു കാരണം കൂടി രാമൻകുട്ടി മേനോൻ്റെ സ്വാധീനമാണ്. പക്ഷേ രാമൻകുട്ടി മേനോനെ പോലെ സാഹസിയായ ഒരാളായിരുന്നില്ല വൈലോപ്പിള്ളി മാഷ് എന്ന് വൈലോപ്പിള്ളി മാഷ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 41 ദിവസം വിഷമജ്വരം ബാധിച്ച് കിടന്നു. ആ കാലത്തെ മാനസിക അവസ്ഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ സഹ്യൻ്റെ മകൻ്റെ അന്തരംഗം വിഭാവനം ചെയ്തത് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം അത്രയ്ക്ക് ദുസ്വപ്ന ജടിലമായ ദിവസങ്ങളായിരുന്നു അതെന്ന് അദ്ദേഹം പറയാറുണ്ട്. ഉറങ്ങാൻ പറ്റാതെ ദുസ്വപ്നങ്ങളുടെ മാത്രം കാലം. അതുപോലെ തന്നെ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കൽ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞു, എടാ ഈ സാഹിത്യം വായിക്കുമ്പോഴുള്ള അനുഭവം
ജീവിതാനുഭവത്തേക്കാൾ ആഴമേറിയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഡോസ്റ്റോയ്സ്കിയുടെയും ടോൾസ്റ്റോയുടെയും ഒക്കെ കൃതികൾ, വിക്ടർ ഹ്യൂഗോയിൻ്റെയൊക്കെ കൃതികൾ അന്ന് മാഷ് വായിച്ചതാണ്. അതിൻ്റെ എല്ലാം സങ്കീർണ സംസ്കാരം കൊണ്ട് അഭിഭൂതമാണ് അദ്ദേഹത്തിൻ്റെ കുടിയൊഴിക്കൽ എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഗംഭീരമായ കാവ്യങ്ങളിലെ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞിട്ടാണ് ഞാൻ 93 എന്ന നോവൽ വായിക്കുന്നത്. ഞാൻ പാവങ്ങൾ കഷ്ടപ്പെട്ട് വായിച്ചിട്ടുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാണ് പാവങ്ങൾ വായിക്കുക അന്ന്. പക്ഷെ അത് കഷ്ടപ്പെട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. നാലപ്പാടിൻ്റെ തർജ്ജമ, അതിലും എത്രയോ സുഖമാണ് ഇംഗ്ലീഷ് വായിക്കാനായിട്ട്, ഇംഗ്ലീഷിലുള്ള കൃതി വായിക്കാൻ. ലളിതമായ ഇംഗ്ലീഷിൽ നമുക്കിപ്പോൾ അവൈലബിളാണ്. പക്ഷേ നാലപ്പാടിൻ്റെ തർജ്ജമ കഠിനമാണ്. അപ്പം അങ്ങനെ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞിട്ടാണ് ഈ 93 എന്ന വിക്ടർ ഹ്യൂഗോൻ്റെ നോവൽ ഞാൻ വായിക്കുന്നത്. അത് എടപ്പള്ളിക്കാരൻ വസന്തമാഷുടെ പിതാവാണ് അദ്ദേഹം തർജ്ജമ ചെയ്തത്. അങ്ങനെയാണ് ഞാനും ഇതൊക്കെ വായിച്ചു നോക്കാൻ കാരണം. അപ്പം മാഷ് എഴുതിയിട്ടുണ്ടത്. ഈ മാഷ് കാവ്യലോക സ്മരണകൾ എഴുതുന്ന സമയത്തും പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഞാനുമായിട്ട് വഴക്ക് കൂടിയിട്ടുണ്ട്. അതായത് ചങ്കരങ്കോത കൃഷ്ണൻ കർത്താവിൻ്റെ മകൾ വിലാസിനി കുളത്തിൽ കുളിച്ചു കഴിഞ്ഞ് പ്ലാവിൻ്റെ ചോട്ടിൽ നിന്ന് മുടി ഉലർത്തുന്ന രംഗം ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഇക്കിളിയാവുന്നു എന്ന് വയസ്സുകാലത്ത് ദേശാഭിമാനിയിൽ എഴുതി. അപ്പം ഞാൻ മാഷുമായിട്ട് വഴക്ക് കൂടി അതിൻ്റെ പേരിൽ. മാഷ് എന്ത് മോശമായിപ്പോയി, ഇത് ആളിലെന്ത് വിചാരിക്കും, മാഷ് ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും എഴുതരുതായിരുന്നു എന്നൊക്കെ. അപ്പം മാഷ് ഒരു കുലുക്കമില്ലാണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ, എനിക്കിപ്പോഴും അത് ഓർമ്മ, ആ ഉടുപ്പിടാത്ത മാഷ് ഇങ്ങനെ ആ ചാരികസേരയിൽ നിന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് ജന്തുവിന് തുടരുന്നു വാസനാബന്ധമങ്ങ് ഉടലു വീഴുവോളവും എന്ന് പറഞ്ഞത്. അതെ, കാവ്യലോക സ്മരണയിൽ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നു. ചങ്ങരങ്കോത കൃഷ്ണകർത്താവിൻ്റെ മകൾ വിലാസിനി പ്ലാവിൻ്റെ ചോട്ടിൽ നിന്ന് മുടി ഉലർത്തുന്നത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഇക്കിളി ഉണ്ടാകുന്നു എന്ന്. ഇന്ന് എനിക്കത് മനസ്സിലാവും. താനൊരു മാന്യനാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ നീർക്കുമ്പള കുത്തി ഉടച്ചതാണ് അദ്ദേഹം. പണ്ട് കുമാരനാശാൻ തൻ്റെ മനസ്സിനെക്കുറിച്ചാണെന്ന് അറിയിക്കാതെ എഴുതിയിട്ടുണ്ടല്ലോ, ചിലപ്പോഴീ മനമോടാത്ത കുമാർഗമില്ലടോ എന്ന്. അതൊന്നും പറയാനൊന്നും മാഷ്ക്കൊരു മടിയില്ല. കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മാഷ് പറഞ്ഞിട്ടുണ്ട്. മാഷ് എടപ്പള്ളി സാഹിത്യ പരിഷത്തിൽ വെച്ചാണെന്ന് തോന്നുന്നു കുഞ്ഞിരാമൻ നായരെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് മാഷ്ക്ക് ഒരു പരിചയമില്ല. പക്ഷേ മാഷ് കുഞ്ഞിരാമൻ നായരെ പരിചയപ്പെട്ട ഒരു സന്ദർഭം മാഷ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിതാണ്, വിദ്യാഭ്യാസ കാലത്ത് ഒഴിവ് കാലത്ത് തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൽ ഈ സംസ്കൃതം പഠിപ്പിക്കും. തിരഞ്ഞെടുത്ത താല്പര്യമുള്ള കുറച്ച് കുട്ടികളെ. അപ്പോൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് നല്ല ഊണും സദ്യയൊക്കെ ഉണ്ട് കൊട്ടാരത്തിൽ. അപ്പോൾ അവിടെ ഊട്ടുപേരയുടെ അവിടെ ഊണൊക്കെ കഴിഞ്ഞ് കുറേ നേരം വിശ്രമിക്കാം. അങ്ങനെ വിശ്രമിക്കുമ്പോൾ യൂട്ടുപേര അതിൻ്റെ അഴികളുണ്ട്. ഈ അഴികളിൽ കൂടി നോക്കിയാൽ ഒരു കുളമാണ് കാണുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് അവിടുത്തെ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ കുളിക്കാൻ വരും, അത് കാണാം. അപ്പോൾ മാഷിങ്ങനെ അഴികളിൽ പിടിച്ച് ഈ സ്ത്രീകൾ കുളിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കുഞ്ഞിരാമൻ നായർ വരുന്നത്. ശ്രീധരമേനല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും 2 കവിളിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു. അറപ്പോടെ മാഷ് മാറി. കാരണം മാഷ് വൃത്തിയുടെ ഒരാളാണ്. കുഞ്ഞിരാമൻ നായരാകട്ടെ അലഞ്ഞ് തിരിഞ്ഞ് പല്ല് തേക്കാതെ കുളിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യൻ. അറപ്പോടെ പിന്നോട്ട് മാറിയത്രേ. അപ്പോൾ കുഞ്ഞിരാമൻ നായർ അഴികൾക്കിടയിലൂടെ നോക്കി എങ്ങോട്ടാണ്
മാഷ് നോക്കിയതെന്ന്. അപ്പോഴാണ് സ്ത്രീകൾ കുളിക്കുന്ന രംഗം കാണുന്നത്. ഉടനെ തന്നെ കുഞ്ഞിരാമൻ നായർ ഉറക്കെ ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി അത്രേ. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അഴികൾക്കിടയിലൂടെ നോക്കിയ വൈലോപ്പിള്ളി ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ടു. ഒരു സ്ത്രീ കുളിക്കുന്നതും അവരോട് നർമ്മസല്ലാപം ചെയ്തുകൊണ്ട് കുഞ്ഞിരാമൻ നായർ ആ പടവിലിരിക്കുന്നത്. ഇഷ്ടമല്ല കുഞ്ഞിരാമൻ നായരെ. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയുമായിട്ട് സന്ധ്യയ്ക്ക് കയറി ചെന്നു. ഏതോ ഒരു സ്ത്രീ, അതൊരു മോശം സ്ത്രീയാണെന്നാണ് വൈലോപ്പിള്ളി മാഷിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ്. എന്തായാലും ഒരു സ്ത്രീയായിട്ട് ചെന്നിട്ട് അതാരാണെന്നും മാഷ്ക്ക് അറിഞ്ഞുകൂടാ. മാഷിൻ്റെ കാലിൽ തൊട്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലിൽ തൊട്ടു. മാഷ് പറഞ്ഞു, ഏത് മഹാകവിയാണെങ്കിലും ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് ഓടിച്ചു. പക്ഷേ ആ കുഞ്ഞിരാമൻ നായരെ പറ്റിയാണ് മഹത്തായ ഒരു കവിത എഴുതിയിട്ടുള്ളത് മാഷ്. മധുമക്ഷിക. ഏതേത് ഉഗ്രവനത്തിൽ നിന്ന്, മരുവിൻ മാറത്ത് നിന്നും, വിഷപ്പൂ തേങ്ങുന്ന ചതുപ്പിൽ നിന്നും, വികടപ്പാറ പിളർപ്പിന്നുമേ നീ തേടിപ്പണിവീല വന്യമധു. ഹാ പഞ്ചാരനീരാൽ മുടങ്ങാതെ ഏറെ പരിശുദ്ധ മാധ്യ വിരചിപ്പോരെങ്ങ് നീ എങ്ങുവാൻ. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ മാഷോട്, മാഷേക്കാൾ വലിയ കവികൾ മാഷുടെ കാലത്ത് ഉള്ളതായിട്ട് മാഷ് സമ്മതിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ഒരു മടിയില്ലാണ്ട് മാഷ് പറഞ്ഞു, എന്താ സംശയം, ഇടശ്ശേരിയും കുഞ്ഞിരാമൻ നായരും എന്നെക്കാളും വലിയ കവികളാണ്. എൻ്റെ കവിതയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ കലർപ്പുണ്ട്, അവരുടെ കവിതയിൽ അതില്ല എന്ന് പറഞ്ഞു. ഒരനുബന്ധം കൂടി പറഞ്ഞു, ഇടശ്ശേരിയുടെ കവിത കുഴിച്ചിട്ട ചേനയാണ്. വേനൽക്കാലത്ത് അത് ഉണങ്ങി കരിഞ്ഞൊക്കെ പോകും, പക്ഷെ കാണ്ഡം അടിയിൽ കിടക്കും, മഴ പെയ്യുമ്പോൾ വീണ്ടും കിളിർത്ത് വരും എന്ന്. അത്ര ആദരവായിരുന്നു. തത്തുല്യമായൊരു പ്രസ്താവന ഞാൻ കേട്ടിട്ടുള്ളത് ശിവാജി ഗണേശനിൽ നിന്നാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ശിവാജി ഗണേശനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങയേക്കാൾ വലിയ നടന്മാർ അങ്ങയുടെ കാലത്ത് ജീവിച്ചിരിപ്പുള്ളതായിട്ട് അങ്ങയ്ക്ക് തോന്നിയിട്ടുണ്ടോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, രംഗറാവു, നാഗേശ്വർ റാവു, ബാലയ്യ, ഉങ്കളുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ, റീപ്ലേസ്മെൻറ്റേ കിടയാത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് വൈലോപ്പിള്ളി മാഷ് പറഞ്ഞത് ഓർത്തു, ഇങ്ങനെ ഇടശ്ശേരിയെക്കുറിച്ചും കുഞ്ഞിരാമൻ നായരെക്കുറിച്ചും പറഞ്ഞത് ഓർത്തു. ഇടശ്ശേരിയെ വലിയ ബഹുമാനമായിരുന്നു. ഇടശ്ശേരിയുടെ കവിതയും വലിയ ബഹുമാനമായിരുന്നു. കലർപ്പില്ലാത്ത ഇടശ്ശേരിയുടെ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വന്ന, ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആ ജീവിത ദർശനത്തോടും വലിയ ആദരവായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, 2 വരി ഇടശ്ശേരിയുടെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് കുടിയൊഴിക്കലിൽ ഇല്ലാത്തത് എന്ന്. ആ വരികൾ ഇതാണ്. ഇടശ്ശേരിയുടെ കുടിയിറക്കൽ എന്നൊരു കവിതയുണ്ട്. അതിൽ കഴൽവെപ്പു താങ്ങേണ്ടും ഒരു പിടി മൺ പോലും കടമായിട്ടല്ലയോ കൈവരുന്നു. അതിലാണ് ഇടശ്ശേരി എഴുതിയത്, കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ, ഏത് രാജ്യക്കാർ നിങ്ങൾ. പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി, എവിടെവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടങ്ങളിൽ ചേർത്ത് വരയ്ക്കുകൊന്ന് ഇവരുടെ രാജ്യത്തിൻ അതിർവരകൾ എന്ന് പറയുന്ന ആ കവിത. അതിലെ 2 വരി എടുത്തിട്ട് മാഷ് പറഞ്ഞു, ഇതാണ് കുടിയൊഴിക്കലില്ലാത്തത് എന്ന്. കഴൽവെപ്പ് താങ്ങേണ്ടും ഒരു പിടി മൺ പോലും കടമായിട്ടല്ലയോ കൈവരുന്നു എന്ന്. അന്ന് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, ഒരിക്കലും സമ്പന്നരെ വിശ്വസിക്കരുത്. ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദർ വിൽ ബി എ ക്രൈം. പാവപ്പെട്ട തൊഴിലാളികളെ നമുക്ക് ഇഷ്ടപ്പെടില്ല.
അവരുടെ സംസ്കാരത്തോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കും, വേർപ്പിൻ്റെ മണമുണ്ടാവും. അവർക്ക് കലയും സാഹിത്യവും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അൺകൂത്തായിരിക്കും, അൺറിഫൈൻഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് അവരെ മാത്രമേ വിശ്വസിക്കാവൂ. അവർ മാത്രമാണ് വിശ്വസ്തർ എന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു വളരെ കാലം. ജീവിതത്തിൻ്റെ ഗതി നോക്കണം. അനേകം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സുഹൃത്തായ MA ബേബിയും എൻ്റെ സുഹൃത്തായ P രാജീവും, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി, എന്നോട് ചോദിച്ചു, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി ബാലനിരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വൈലോപ്പിള്ളി മാഷ് ഇരുന്ന ആ കസേരയിൽ എനിക്കിരിക്കാൻ കഴിയില്ല, ഞാനില്ല എന്ന് പറഞ്ഞ് ഞാൻ പിൻവാങ്ങി. എന്തൊരു അത്ഭുതമാണ്. അപ്പോൾ പോംവഴി പക്ഷേ മറ്റൊരു വിധമായിരുന്നെങ്കിൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും, താനൊരു മധ്യവർഗ പ്രതിനിധിയാണെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും, പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അദ്ദേഹം മനുഷ്യരിൽ വിശ്വസ്തരായി കണ്ടത് തൊഴിലാളികളെയാണ്. ആരാണ് വീറോട് പോരാടും ഈ രണ്ട് പോരാളിമാർകളെ പാടിപ്പുകഴ്ത്തുവാൻ എന്ന് വളരെ ആത്മാർത്ഥമായിട്ടാണ് രണ്ട് ദമ്പതിമാരെക്കുറിച്ച് ചോദിച്ചത്. മധ്യവർഗ ദമ്പതിമാരെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു കട്ടിലിൽ പെണ്ണോ നാഥനോ താൻ കാമിക്കും ഉരുവെ സ്വപ്നം കണ്ട് പയ്യാരം പുലമ്പുന്നു എന്ന്. പക്ഷെ തൊഴിലാളി ദമ്പതിമാരെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിനില്ല. ഒരു ദിവസം ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, നീ കല്യാണം കഴിച്ചു എന്നാരോ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മാഷേ, ഞാനൊരു കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ കുനിഞ്ഞ ശിരസോടെ നിൽക്കുകയാണ്. മിക്കവാറും എന്നെ പുറത്താക്കും, അല്ലെങ്കിൽ ശകാരിക്കും എന്നൊക്കെ. മാഷ് ചിരിച്ചോണ്ട്, ആ ചിരി പരിഹാസമായിരുന്നില്ല. മാഷ് ചിരിച്ചോണ്ട് പറഞ്ഞു, വിവാഹത്തിലൊന്നും ഒരു കാര്യമില്ല, സ്നേഹം ഉണ്ടായാൽ മാത്രം മതി, അതില്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് കുട്ടിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിജയലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു. മാഷിങ്ങനെ നോക്കി, ഇങ്ങനെ. വിജയലക്ഷ്മി പേടിച്ച് ഒതുങ്ങി നിന്നു. എന്നെ അകത്തേക്ക് വിളിച്ചു, 100 രൂപ തന്നു. ഒരു സാരി മേടിച്ചു കൊടുക്കണം കുട്ടിക്ക്, അങ്ങനെ ഒരു ചടങ്ങുണ്ട്, കള്ളു കുടിച്ച് കളയരുത്. അങ്ങനെ ഞാൻ ആ 100 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ തുകയാണ്. മാഷാണെങ്കിൽ അത്യാവശ്യം പിശുക്കനുമാണ്. ജ്ഞാനപീഠം തകഴിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഞാനാണ് അറിയിക്കുന്നത് തകഴിക്ക് ജ്ഞാനപീഠം കിട്ടി. എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ മേടിച്ചിട്ട് വർഷങ്ങളായി, ഇപ്പോഴെങ്കിലും അത് തരുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാശിയോടെ. ആ ആളാണ് 100 രൂപ തന്നു. ഞാൻ ശരി മാഷേ. തിരിച്ചിറങ്ങാൻ നേരത്ത് വിജയലക്ഷ്മിയെ വിളിച്ചു. എനിക്കിന്നും മറക്കാൻ വയ്യാത്ത രംഗമാണ്. വിജയലക്ഷ്മിയോട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിയാണ്, നന്നായിട്ട് നോക്കിക്കൊള്ളണം, വലിയ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ഭാര്യയും ഭർത്താവും കൈപിടിച്ച് നിന്നാൽ ശിവനും പാർവതിയും പോലെയാണ്, ലോകം മുഴുവൻ എതിരെ വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആ വാക്കുകളുടെ ശക്തി കൊണ്ടാവും 42 കൊല്ലമായിട്ട് ആ സ്ത്രീ എന്നെ സഹിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്.
കാരണം ഞാനതിന് അർഹനല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. മാഷ് ഏൽപ്പിച്ചതാണ് എന്നെ. ഞങ്ങളുടെ കുട്ടിയാണ്, നോക്കിക്കൊള്ളണം, വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. മാഷ് ഒരു പിശുക്കനുമല്ല. എന്നോടൊരു ദിവസം പറഞ്ഞു, എടാ, തെക്കേക്കുന്നത്ത് രാധാകുമാരി അമ്മ, തെക്കേക്കുന്നത്ത് ഓമനകുമാരി അമ്മ, അങ്ങനെ 2 കവയിത്രികളുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. ഉള്ളൂരിൻ്റെ വത്സല ശിഷ്യകളായിരുന്നു. കൗമാരകാലത്ത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് കവിതാ പരീക്ഷകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അവർ ചേന്ദമംഗലത്താണ് അവരുടെ വീട്. അവർക്കിപ്പോൾ വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണെന്ന് അറിഞ്ഞു. ഞാൻ കുറച്ച് പണം തരാം, നീ കൊണ്ട് കൊടുക്കണം, കള്ളു കുടിക്കരുത്. ഞാൻ പറഞ്ഞില്ല, കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പിന്നിൽ ഒരു കഥ പറഞ്ഞു. ഈ രാധാകുമാരി അമ്മയും ഈ ഓമനകുമാരി അമ്മയും കവിത എഴുതാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിച്ച് ഒരുമിച്ച് ജീവിച്ച സഹോദരിമാരാണ്. പുരുഷ വിദ്വേഷികളുമാണ്. അവർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. വേറൊരു സഹോദരിയും കൂടി ഉണ്ടെന്ന് ഇന്ന് വേറൊരു സുഹൃത്ത് പറഞ്ഞു. ഞാൻ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ രവി കുറ്റിക്കാടിനെ വിളിച്ചു നോക്കി. അദ്ദേഹം ചേന്നമംഗലത്തുകാരനാണ്. അപ്പോൾ ആറങ്കോട്ട് അമ്പലത്തിൻ്റെ അടുത്ത വീട്, വലിയ വീട്. എനിക്ക് തോന്നുന്നു പട്ടം താണുപിള്ളയുടെ ഒരു അകന്ന സഹോദരൻ്റെ മക്കളാണെന്ന് തോന്നുന്നു അവർ. എന്തായാലും ഇങ്ങനെ 2 സ്ത്രീകളുണ്ട്, അവർക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് 300 രൂപ. അന്ന് മാഷക്ക് ഒരു മാസത്തെ പെൻഷൻ അത്രയില്ല. എന്നെപ്പോലൊരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. അവരത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവർ പറഞ്ഞു, അയ്യോ വേണ്ട, ഞങ്ങളെ ശ്രീധരമേനോൻ ഓർത്തല്ലോ, അത് മതി എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞ കഥ ഇതാണ്. പറവൂർ ഹൈസ്കൂളിലെ സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യാനൊരിക്കൽ മാഷ് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ പോയി. ഉച്ചയ്ക്ക് അവിടെ എന്തോ ഒരു മേനോൻ്റെ വീട്ടിലാണ് ഊണ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ പോയി. സംസാരിച്ചിരുന്ന് വൈകി. അപ്പോൾ മാഷ് ആരാണെന്നൊന്നും അവിടുത്തെ ചെറുപ്പക്കാർക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ സ്ത്രീകളാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. ഇവർ പുരുഷ വിദ്വേഷികളുമാണ്. അടുത്തുള്ള ആളുകളുമൊക്കെ ആയിട്ട്, അയൽക്കാരുമൊക്കെ ആയിട്ട് വഴക്കും. അപ്പോൾ കുറച്ച് പേര് കൂടിയിട്ട് വന്ന് പഠിക്കലിൽ നിന്ന് ബഹളം കൂട്ടി, ആരാ എന്താന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണെന്ന് ആരും പറഞ്ഞില്ല. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ. അന്ന് ഫോട്ടോയൊന്നും കണ്ട് തിരിച്ചറിയാവുന്ന കാര്യമില്ലല്ലോ. അപ്പോഴാണ് മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഭരതൻ മാഷിൻ്റെ, പ്രൊഫസർ ഭരതൻ്റെ അച്ഛൻ അവിടുത്തെ അധ്യാപകനായിരുന്നു, ഹെഡ് മാഷായിരുന്നു, പനമ്പിള്ളി മേനോൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ആ വഴി വന്നത്. അദ്ദേഹത്തിന് വൈലോപ്പിള്ളി മാഷെ അറിയാം. അങ്ങനെ വൈലോപ്പിള്ളി മാഷ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഈ പണം എന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു 300 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഈ മാഷുടെ പെൻഷനേക്കാളും എത്രയോ കൂടുതലാണ്. എത്രയോ പേർക്ക് അങ്ങനെ. എന്തിന്? മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാഷുടെ അമ്മയെ 2ാമത് വിവാഹം കഴിച്ച മനുഷ്യൻ ആ വിവാഹബന്ധവും ഉപേക്ഷിച്ചു പോവുകയും മാഷക്ക് അയാളോട് വലിയ വിരോധം ഉണ്ടാവുകയൊക്കെ ചെയ്ത കാര്യം പറയുന്നുണ്ട്. രജനീഷിൻ്റെ സ്വതന്ത്ര പ്രേമസങ്കല്പം എനിക്ക് ഇഷ്ടപ്പെടായികയല്ല. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യും? ഹാംലെറ്റും ഞാനും എന്ത് ചെയ്യും? ഹാംലെറ്റും ഞാനും എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൻ്റെ അച്ഛനെ നിഷ്കാസനം ചെയ്ത് തൻ്റെ അമ്മയോടൊപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് മടുത്തപ്പോൾ ആ അമ്മയെ ഉപേക്ഷിച്ച് വേറെ പോയി വിവാഹം കഴിച്ച ആ മനുഷ്യൻ മറ്റൊരു ഭാര്യയിലെ ചെറിയ കുട്ടിക്ക് ഫീസ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് വൈലോപ്പിള്ളി മാഷിൻ്റെ അടുത്ത് വന്നപ്പോൾ പലപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് മാഷ് എഴുതിയിരിക്കുന്നത്.
പലപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് മാഷ് എഴുതിയിരിക്കുന്നത് ആ മനുഷ്യന്. അതാണ് വൈലോപ്പിള്ളി മാഷ്. വെറുതെ അല്ല അദ്ദേഹം എഴുതിയത്. അസുന്ദര നരഹത്യയിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും എന്നെ രക്ഷിച്ചത് കവിതയാണ്. അടിക്കുറിപ്പ്: ഉന്മത്ത സന്ദർഭങ്ങൾ ഉണ്ടാകായികയല്ല എന്ന്. ഭ്രാന്തിൻ്റെ അതിരുകളിൽ നടന്ന് ഹാംലെറ്റ് പല തലകൾ കൊയ്തു. എനിക്കതിന് കഴിഞ്ഞില്ല എന്ന് മാഷ് എഴുതിയിട്ടുണ്ട്. ബട്ട് ഹി വാസ് എ പൊട്ടൻഷ്യൽ കില്ലർ ടു. അത് രക്ഷിച്ച സാവിത്രിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കവിതയെക്കുറിച്ച്. അസുന്ദര നരഹത്യയിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും എന്നെ രക്ഷിച്ചത് കവിതയാണെന്ന് എഴുതി കഴിഞ്ഞിട്ട് അടിക്കുറിപ്പ് കൊടുത്തിരിക്കുകയാണ്, ഉന്മത്ത സന്ദർഭങ്ങൾ ഉണ്ടാകായികയല്ല എന്ന്. അത്ര അഗാധമായ ദുരന്തബോധം ഉള്ളിൽ ഉൾക്കൊണ്ട ആളായിരുന്നു അദ്ദേഹം. ഹൃദയം സ്വയം അന്തരിച്ചുപോയതിനുള്ള ഒരനുബന്ധമായിടാം എന്ന വരിയെക്കുറിച്ച് വരി വളരെ ഗംഭീരമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പം നീ ആൻറ്റിഗണി വായിച്ചിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അത് വായിക്കണം. അപ്പോൾ ഈ അഭിനന്ദനത്തിൻ്റെ തീവ്രത ഇത്തിരി കുറയും എന്ന് പറഞ്ഞു. കാരണം ആൻറ്റിഗണി പറയുന്ന വാക്യമാണത്, എൻ്റെ ഹൃദയം പണ്ടേ മരിച്ചുപോയി, പിന്നെ എനിക്ക് വധശിക്ഷ എന്താണ് എന്ന്. അത്ര സത്യസന്ധനായിരുന്നു അദ്ദേഹം. വേറൊരാളാണെങ്കിൽ പറയില്ല. അത്. ചന്ദ്രൻ്റെ ചിരി എന്ന കവിത വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മാഷേ ചന്ദ്രൻ്റെ ചിരി ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. നീ എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ എന്ന്. അതിസൂക്ഷ്മമായ നർമ്മബോധം. ഒരിക്കൽ ഞാൻ ഈ അക്കാഡമിയിലേക്ക് ഒരു കവിതാ ചർച്ചയ്ക്കായിട്ട് തേക്കിൻകാട് മൈതാനം ക്രോസ് ചെയ്ത് വരികയാണ്. അപ്പോൾ മാഷ് സൈക്കിൾ ഉന്തിക്കൊണ്ട് പോകുന്നു. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അക്കാഡമിയിലൊരു കവിതാ ചർച്ചയുണ്ട് മാഷേ, അതിന് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം മാഷ് പറഞ്ഞു, എന്തെങ്കിലും തീരുമാനമായാൽ എന്നെ കൂടി അറിയിക്കണേ കേട്ടോ എന്ന്. എന്തെങ്കിലും തീരുമാനമായാൽ എന്നെയും കൂടി അറിയിക്കണേ കേട്ടോ എന്ന്. ഇനി 66-ാം വയസ്സിലാണ് എനിക്ക് അതിൻ്റെ പിന്നിലുള്ള നർമ്മം മാത്രമല്ല, ഈ ചർച്ചകൾ കൊണ്ട് മടുത്തതിൻ്റെ കയ്പും. കാരണം കവിതയെക്കുറിച്ചുള്ള ചർച്ചയൊന്നും ഒരിടത്തും എത്തൂലല്ലോ. എൻ്റെ കവിതയെ അഭിനന്ദിക്കുക മാത്രമല്ല, രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗസൽ എന്നൊരു കവിത കലാകൗമുദിയിൽ അച്ചടിച്ച് വരികയും ഒരുപാട് പേര് അതിൻ്റെ പേരിൽ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തപ്പോൾ മാഷ് പറഞ്ഞു, ഇത് കവിതയല്ല, അഹന്തയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ കൊളാഷൊന്നും കലയല്ല. അദ്ദേഹം ചിത്രകാരനുമാണ്. ഈ കൊളാഷൊന്നും കലയല്ല എന്ന് പറഞ്ഞു. യുക്തിബദ്ധമല്ലാതെ, ഭാവബദ്ധമല്ലാതെ, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളെ കൂട്ടിക്കലർത്തുന്നതിനെ കലയായി അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ല. അതിപ്പോൾ ഞാൻ എഴുതിയാലും ആരെഴുതിയാലും. അപ്പോൾ ക്രമരാഹിത്യത്തെയും യുക്തിഭംഗത്തെയും ഭാവഭംഗത്തെയും ഒന്നും സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അംഗീകരിച്ചില്ല. എങ്കിലും ഡോസ്റ്റോയ്സ്കിയെക്കുറിച്ചോ കുമാരനാശാനെക്കുറിച്ചോ പറയുമ്പോൾ അദ്ദേഹം പറയും,
അവരുടെ ഏറ്റവും വലിയ അവരുടെ പ്രതിഭയുടെ ശക്തി അവരുടെ വന്യതയിലാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറയും, വന്യത എന്ന് ഞാൻ പറയുമ്പോൾ കൊടുങ്കാറ്റ്, അഗ്നിപർവ്വത സ്ഫോടനം, പ്രളയം തുടങ്ങിയവയുടെ ഒരംശം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന്. പക്ഷെ സാധാരണഗതിയിൽ അദ്ദേഹം അത് അംഗീകരിക്കില്ല. ക്രമരാഹിത്യത്തെയും യുക്തിഭംഗത്തെയും ഭാവഭംഗത്തെയും ഒന്നും അദ്ദേഹം അംഗീകരിക്കില്ല. ഞാനാകട്ടെ ക്രമരാഹിത്യവും ഭാവഭംഗവും യുക്തിഭംഗവും എൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അവിഭാജ്യമായ ഇൻഗ്രീഡിയൻസാണ്. അതിൽ ഞാനും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ ഞാൻ മുഴുവൻ കേട്ടിരുന്നു. ഗസൽ എന്ന കവിതയെക്കുറിച്ച് പറഞ്ഞ കാര്യം, ഇത് കവിതയല്ല, ഇത് അഹന്തയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെഴുതിയാലും ആൾ വായിച്ചോളും എന്നൊരു അഹന്തയാണെന്ന്. അങ്ങനെ എന്നെ ആക്ഷേപിച്ചു, ചീത്ത പറഞ്ഞു, ഒരു മയവും ഇല്ലാതെ ചീത്ത പറഞ്ഞു. എന്നിട്ടോ അതിന് ശേഷം ഒരു ദിവസം സ്കൂൾ യുവജനോത്സവം നടക്കുന്നു. എറണാകുളം SRV സ്കൂളിലാണ് അദ്ദേഹം പഠിപ്പിക്കുകയൊക്കെ ചെയ്ത സ്കൂളാണ്, പഠിപ്പിച്ച സ്കൂൾ ആണ്. അവിടെ അദ്ദേഹമാണ് ആ സ്കൂൾ യുവജനോത്സവത്തിൽ കവിതാ മത്സരത്തിന് വിഷയം കൊടുക്കുന്നതും കവിതകൾ നോക്കുന്നതും എന്നറിഞ്ഞിട്ട് കേരള കൗമുദിയിലുണ്ടായിരുന്ന പത്രപ്രവർത്തകൻ VV വേണുഗോപാലും ഞാനും കൂടി ആ മുറി തപ്പിപ്പിടിച്ച് ചെന്നു. എന്നെ കണ്ടതും ക്ഷോഭിച്ച് മാഷ് പുറത്ത് വന്ന് പറഞ്ഞു, നീയൊക്കെ കൂടി ഇങ്ങനെ ആക്കിയില്ലേ മലയാള കവിതയെ? ഞാൻ പറഞ്ഞു, എന്താക്കി? ഞാനെന്താ ചെയ്ത മാഷേ? ഇതേ നോക്ക് പിള്ളേരുടെ പേപ്പറുകൾ, പിള്ളേർ കവിതാ മത്സരത്തിൽ എഴുതിയേക്ക്, ഒറ്റ എണ്ണത്തിനും വൃത്തം അറിഞ്ഞുകൂടാ, സന്ധിയും സമാസവും അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ, നീയൊക്കെയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ ചീത്ത പറഞ്ഞു. ആ ക്ഷോഭത്തിൽ അതിലെ വന്ന രത്നകല S മേനോനും ചീത്ത കിട്ടി. അവർ മാഷേ എന്നിവിടെ തൊഴുതു വന്നു. അപ്പോൾ മാഷ് രുഷ്ടനായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളിപ്പോഴും നിർത്തിയില്ലേ ഇത്ര വയസ്സായിട്ടും? അപ്പോൾ എന്താ മാഷേ ഈ സേവനം എന്ന് പറഞ്ഞ് കളിയാക്കി അവർ പോയപ്പോൾ പറഞ്ഞു, അവളുടെ ഒരു കൂളിംഗ് ഗ്ലാസും സ്ലീവ്ലെസ്സും അവളുടെ ലിപ്സ്റ്റിക്കും എന്നൊക്കെ പറഞ്ഞ് മാഷ് ചൂടായി. അപ്പോൾ കുട്ടികളുടെ കവിതാ മത്സരത്തിൽ കവിത എഴുതിയ കുട്ടികൾക്ക് വൃത്തഭംഗം സംഭവിച്ചു, സന്ധി തെറ്റി എന്നൊക്കെ പറഞ്ഞതിൻ്റെ മുഴുവൻ കാരണക്കാരൻ ഞാനായിട്ട് എന്നെ മുഴുവൻ ആധുനികതയുടെയും പ്രതിനിധിയായിട്ട് എടുത്ത് അലക്കി. അത് ഞാനത് കേട്ടു നിന്നു. വേണുഗോപാൽ അത് ഒരു സൈഡ് ലൈറ്റായിട്ട് കേരള കൗമുദിയിൽ എഴുതിയെന്ന് തോന്നുന്നു ആ റിപ്പോർട്ടിൽ. വേറൊരു വേണുഗോപാൽ ഉണ്ടായിരുന്നു കേരള കൗമുദിയിൽ. ആ വേണുഗോപാൽ പിന്നെ പ്രശസ്ത നടനായി. കലാകൗമുദിയിലെ സബ് എഡിറ്ററായിരുന്ന K വേണുഗോപാൽ, പിന്നീട് നെടുമുടി വേണു എന്ന് നിങ്ങളറിയുന്ന നടൻ. അപ്പോൾ അദ്ദേഹത്തെ വൈലോപ്പിള്ളി മാഷ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ തകര ഇറങ്ങിയപ്പോൾ വേണു എനിക്കൊരു കത്തെഴുതി. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. എടാ നീ വൈലോപ്പിള്ളി മാഷ ഒന്ന് പടം കാണിക്കണം. അങ്ങനെ ഞാൻ കുത്തിപ്പൊക്കി തകര കാണിച്ചു. കഴിഞ്ഞു പോരുമ്പോൾ അദ്ദേഹം ചോദിച്ചു, എടാ അവൻ ശരിക്കും ആശാരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ അല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ കേശവപിള്ള. അതുകൊണ്ട് കാര്യമില്ല, അവൻ ആശാരിയാണെന്ന് തോന്നും. ഞാൻ ചോദിച്ചു, അതെന്താ? അവൻ്റെ ആ ഞെളിവ് കണ്ടോ, ഇങ്ങനെ ഒരു ഞെളിവ്. ഞാൻ പറഞ്ഞു, അതിനെന്താ? അത് ഈ ആശാരിമാർ ഇരുന്ന് പണിഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ പണിക്കിടയ്ക്ക് ആ ഞെളിവ് അവൻ നിലനിർത്തിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, മാഷും അങ്ങനെ ഞെളിയാറുണ്ടല്ലോ ഇടയ്ക്ക്, എന്നിട്ട് മാഷ ആശാരിയാണോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ പുള്ളി റോഡിൻ്റെ മറ്റേ സൈഡിലേക്ക് മാറി. പിന്നീട് മിണ്ടിയില്ല എന്നോട്. കാരണം മാഷെ കണ്ടല്ലോ, അവർക്കറിയാം മാഷ് ഇങ്ങനെ ഞെളിഞ്ഞേ നിൽക്കുള്ളൂ, ഭയങ്കര പവർഫുള്ളാണ് എന്ന് കാണിക്കാൻ. അദ്ദേഹം പറയുകയും ചെയ്യും. ഒരിക്കൽ എന്നെ എടുത്തു പൊക്കി, ഇത് പഴയ കൂടാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചിട്ട് എന്നെ ഒരൊറ്റ പൊക്ക്. ഞാനന്ന് 42-43 കിലോ തൂക്കമേ ഉള്ളൂ. എങ്കിലും തൻ്റെ ആരോഗ്യത്തിൽ വലിയ അഭിമാനം ഉണ്ടായിരുന്ന ആളാണ്. കാരണം ഒരത്യാചാരവും ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് അഭിമാനിക്കും ഇങ്ങനെ. അതുകൊണ്ട് ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ, മുളപ്പിച്ച ചെറുപയർ തിന്നുക എന്നൊക്കെ പലരെയും ഉപദേശിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വേണുവിനെക്കുറിച്ച് പറഞ്ഞു.
അതുപോലെ തന്നെ വിട പറയും മുമ്പേ കണ്ടിട്ട് കരഞ്ഞു. ഞാനാണ് കുത്തിപ്പൊക്കി കൊണ്ടുപോയത് അതിലും. പക്ഷേ ഒരു പടം കണ്ടപ്പോൾ അന്ന് നടനെക്കുറിച്ച് പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ പറഞ്ഞില്ല. യവനിക. അതെന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അയാളൊരു മിടുക്കനാണ്. ഞാൻ പറഞ്ഞു, ഗോപിയല്ലേ? ഗോപി അല്ലടാ, അതിൻ്റെ സംവിധായകൻ, ഡയറക്ടർ, അത് ഗംഭീരമാണ് എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ സിനിമ കണ്ട ആരും ഗോപിയാണ് അഭിനന്ദിക്കുക. വൈലോപ്പിള്ളി അപ്പോഴാണ് എനിക്ക് വൈലോപ്പിള്ളി മാഷിൻ്റെ ചലച്ചിത്ര ഭാവുകത്വത്തെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടായത്. യവനിക കണ്ട മാഷ് ഗോപിയെ അല്ല ശ്രദ്ധിച്ചത്, അതിൻ്റെ സംവിധാനത്തെയാണ്. അതേസമയത്ത് തകരയും വിട പറയും മുമ്പേയും കണ്ട മാഷ് അതിലെ നെടുമുടി വേണുവിൻ്റെ പ്രകടനമാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെ പറയാൻ നിന്നാൽ ഞാൻ ഒരുപാട് പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അദ്ദേഹം മരിച്ചു എന്ന വാർത്ത എന്നെ അറിയിക്കുന്നത് ജോൺ പോളാണ്. ജോൺ പോൾ അന്ന് മദ്രാസിലാണ് 85. അദ്ദേഹം വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് താമസിക്കുന്നത് ഒരു തിരക്കഥ എഴുതാനായിട്ട്. അപ്പോൾ ജോൺ പോളിൻ്റെ അച്ഛൻ പൗലോസ് മാഷ് മഹാരാജാസ് കോളേജിൽ പ്രൊഫസറായിരുന്നു. ജി ശങ്കരക്കുറുപ്പിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. താന്നിക്കൽ കൃഷ്ണമേനോൻ്റെ സുഹൃത്തായിരുന്നു. താന്നിക്കൽ കൃഷ്ണമേനോൻ വൈലോപ്പിള്ളി മാഷിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. താന്നിക്കൽ കൃഷ്ണമേനോൻ്റെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ചെറിയ വീട്ടിലാണ് ശങ്കരക്കുറുപ്പ് മാഷ് വളരെ കാലം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ താന്നിക്കൽ കൃഷ്ണമേനോൻ്റെ വീട്ടിൽ ഇവരെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം ചീട്ടുകളിയായിരുന്നു. വൈലോപ്പിള്ളി മാഷും വളരെ ചീട്ടുകളി കമ്പമുള്ള ആളായിരുന്നു. ചീട്ട് കളിക്കുന്നതിൻ്റെ ഇടയിൽ അവിദഗ്ധനായ കുറുപ്പ് മാഷ്ക്ക് പലപ്പോഴും അബദ്ധം പറ്റും. അപ്പോൾ അധ്യാപകനാണെന്നുള്ള നിലയൊക്കെ വൈലോപ്പിള്ളി മാഷ് മറക്കും. താൻ എന്താടോ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് നേരെ ചീത്തവറും ചീട്ടൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്നു കേട്ട് മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിയാണെന്ന്. അപ്പോൾ ജോൺ പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. താന്നിക്കൽക്ക് വൈലോപ്പിള്ളി മാഷ്ക്ക് 2 സ്ത്രീകളെയായിരുന്നു ഭയം. ഒന്ന് സാക്ഷാൽ അച്യുതമേനോൻ്റെ ഭാര്യ അമ്മിണിയമ്മ, അവരെ പേടിയാണ്. മറ്റൊന്ന് താന്നിക്കൽ കൃഷ്ണമേനോൻ്റെ ഭാര്യയാണ് രാജലക്ഷ്മി ടീച്ചർ. അവർ അവിടെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സൊക്കെ ആയിരുന്നു. അവർ വിട്ടുകൊടുക്കില്ല. അവർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ടായി പറയുന്നതെന്നൊക്കെ പറഞ്ഞ് വൈലോപ്പിള്ളി മാഷ് ഇങ്ങനെ വിറയ്ക്കും, തുള്ളും. അവരും വിട്ടുകൊടുക്കില്ല. അവരും അങ്ങനെ തന്നെ നിന്ന് വാശിക്ക് തർക്കിക്കും മാഷോട്. മാഷ് എന്തായി പറയണേ, മാഷ് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ തർക്കിക്കും. അങ്ങനെ അവരെ പേടിയായിരുന്നു. അവരെ രണ്ടുപേരെ മഹാ തൻ്റേടികളാണെന്ന് പറയുമായിരുന്നു മാഷ്. ആ താന്നിക്കൽ കൃഷ്ണമേനോൻ്റെയും രാജലക്ഷ്മി ടീച്ചറുടെയും മകനാണ് ഈ കൃഷ്ണനായർ മാഷയുടെയൊക്കെ സുഹൃത്തായിരുന്ന ഡോക്ടർ ടി.കെ. രാമേന്ദ്രൻ. എൻ്റെ അധ്യാപകനും സുഹൃത്തുമൊക്കെ ആയിരുന്നു. രാമേന്ദ്രനെ വലിയ വലിയ വാത്സല്യമായിരുന്നു അദ്ദേഹത്തിന്. അതേസമയം വലിയ സങ്കടവും. കാരണം അടിയന്തരാവസ്ഥക്കാലത്ത് രാമേന്ദ്രനെ, ബൻഹറിനെ, മുഹമ്മദിനെ, വേണുവിനെ ഒക്കെ 4 പേരെ അഴീക്കോട് സാറ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തവരാണ്. അവരെ പോലീസ് പിടിച്ചു. വളരെ ബുദ്ധിമുട്ടിയാണ് രാമേന്ദ്രൻ പുറത്തു വന്നത്. മാത്രമല്ല ജീവിതകാലം മുഴുവൻ അന്നത്തെ കക്കയം ക്യാമ്പിലെ മർദ്ദനത്തിൻ്റെ പരിക്കുകൾ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. വൈലോപ്പിള്ളി മാഷ്ക്ക് അതറിയാം. ഈശ്വരവാര്യരുടെ സുഹൃത്തായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഈശ്വരവാര്യരുടെ വേദനകൾ മുഴുവൻ അറിയാം. അതുകൊണ്ടാണ് വിഷുക്കണികൾ എന്ന കവിതയിൽ അവസാനം മരിച്ചവർ വന്നു നയിപ്പൂ നമ്മളെ, ചരിത്രം ഈ കഥ പറയുന്നു എന്ന് മാഷ് എഴുതാൻ കാരണം. താൻ ആരാധിച്ചിരുന്ന മഹാബലിയെപ്പോലും അടിയന്തരാവസ്ഥയുടെ ആ അനുഭവം, ആ മഹാബലിക്ക് പോലും എതിരായിട്ട് അദ്ദേഹം എഴുതി. മഹാബലി കാര്യം കൃത്യമായിരുന്നു എല്ലാം, പക്ഷേ ഏകാധിപതിയായിരുന്നു എന്ന് പറഞ്ഞ് മഹാബലിയെപ്പോലും കുറ്റപ്പെടുത്തി എഴുതുകയും ഞങ്ങളെപ്പോഴും ഒരു സൗവർണ പ്രതിപക്ഷം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓണപ്പാട്ടുകാരിൽ അദ്ദേഹം
ഒരു മഹാസ്വപ്നമായി ചിത്രീകരിച്ച മഹാബലിയെ ഏകാധിപതിയായി വരെ ചിത്രീകരിക്കാൻ അടിയന്തരാവസ്ഥ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. നേരത്തെ യേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. യേറ്റ്സിനൊന്നും വൈലോപ്പിള്ളി മാഷ്ക്കുള്ളത്ര പോലെ വലിയ സാംസ്കാരിക പാരമ്പര്യമുണ്ടോ? നോർഡിക് സംസ്കാരത്തിലെ കുറേ നാടൻ പാട്ടുകളും നാടൻ കഥകളും പിന്നെ ക്രിസ്ത്യാനിറ്റിയുടേതായ കുറച്ച് കാര്യങ്ങളും പിന്നെ ഗ്രീക്ക് മിഥോളജിയും എന്നല്ലാതെ ഒരു മഹാഭാരതമോ രാമായണമോ അല്ലെങ്കിൽ കാളിദാസനോ അല്ലെങ്കിൽ എന്തിന് എഴുത്തച്ഛനെ പോലെ ഒരു ദാർശനിക കവിയോ അവരുടെയൊക്കെ പാരമ്പര്യമൊക്കെ യേറ്റ്സിനുണ്ടോ? ഉപമന്യുവിൽ വൈലോപ്പിള്ളി എഴുതുന്നത് പോലെ വെളുത്ത് കറുത്ത് 720 കിളിർത്ത രവിരഥ ചക്രനാഭിയിൽ മേവി കറങ്ങി ആവർത്തിക്കും ഋതുക്കളാലെ ഉലകരങ്ങിൽ വിചിത്രമാം നാടകം നയിപ്പോരെ ആമയ ശീർണം ജന്തുദേഹത്തിൻ തറിയിന്മേൽ തൂമയിൽ ഓടം പോലെ രശ്മികൾ നെയ്യുന്നോരെ. അതുപോലെ 4 വരി എഴുതാൻ ആവശ്യമായ സാംസ്കാരിക നിക്ഷേപം യേറ്റ്സിന് എവിടെ നിന്നിരിക്കുന്നു? ദർശനം പോലെ ഒരു കവിത യേറ്റ്സിന് എഴുതാൻ സാധിക്കുമോ? മസ്തിഷ്കത്തിൻ ഗോളത്തിൽ ധ്രുവദീപ്തികൾ മിന്നിപ്പൊലിയുമ്പോൾ ഉറകുത്തിയ ഹിമഭരലാവകളെൻ ചുടുഭാവതടങ്ങളെ മൂടുമ്പോൾ എൻ ആകാശതലത്തിൽ പ്രജ്ഞാസൂര്യൻ കോടപ്പുകയിൽ ഉടഞ്ഞ് എൻ കണ്ണാൽ കാൺമത് മങ്ങൂഴത്തിൻ കെടുനീർ ചണ്ടികളാകുമ്പോൾ ഓർമ്മകൾ തൻ അളകാപുരിയാകെ അഗാധ വിലങ്ങളിലാഴുമ്പോൾ പണ്ട് ഓടക്കുഴലായൊഴുകിയ കുന്നിൽ ശൂന്യത ചൂളം കുത്തുമ്പോൾ അരിമ തുടുക്കും മുന്തിരിവനികൾ അമർഷത്തിൻ മരുഭൂമികൾ കണ്ണീരരുവികൾ മാഴുകും സാനുക്കൾ അവസാന ഹിമാനിയിലാഴുമ്പോൾ ഉണ്ടാമെന്നോടൊപ്പം ഇന്ദ്രിയ കരണച്ചാലുകളിൽ ചെളിമണ്ണും മഞ്ഞും മൂടി തുറമുഖപംക്തികൾ വർണ്ണവിളക്കുകൾ പോയി മരവിച്ച് തമസ്സിൽ മയങ്ങുമ്പോൾ മസ്തിഷ്കത്തിൽ ബോധം കുറുകുമൊരൊറ്റ ജീവകണത്തിൽ കടലിൻ മധ്യദ്വീപിൽ ജീർണബ്രഹ്മാണ്ടത്തിൽ മിടിക്കും താരത്തിൽ ഉണ്ടാമെന്നോടൊപ്പം നീയും. ഉണ്ടാമെന്നോടൊപ്പം നീയും. ഒരു ചുംബന നിമിഷാർദ്ധത്തിൽ ജനിമൃതി നിൻ കണ്ണിൽ കണ്ടാവൂ ഞാൻ ജനിമൃതി പുൽകും പൊരുളിൻ സൗന്ദര്യം. ഉണ്ടാമെന്നോടൊപ്പം നീയും ഒരന്തിമ ചുംബന നിമിഷാർദ്ധത്തിൽ കണ്ടാവൂ നിൻ മിഴിയിൽ ജനിമൃതി പുൽകും പൊരുളിൻ സൗന്ദര്യം. അങ്ങനെ ഒരു കവിത യേറ്റ്സിൻ്റെ സംസ്കാരത്തിനും അപ്പുറത്താണ്. ആ കവിതയിൽ ഉണ്ടാമെന്നോടൊപ്പം നീയും എന്ന് പറയുന്നത് കവിതയെക്കുറിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദീർഘദർശനം സാധ്യമായത് സാവിത്രിയിൽ അദ്ദേഹം പറയുന്നത് പോലെ ആ ബാല്യം മുതൽ പിരിയാത്ത നിരന്തര ഉപാസനയുടെ അന്തിമ സമ്മാനമാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരാളുടെ മരണം മാത്രമേ തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ടുള്ളൂ. അത് മാഷുടെ മരണമാണ്. ഇപ്പോഴും സങ്കടമുണ്ട്. കുറേ കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാമായിരുന്നു മാഷോട്, കുറേ കാര്യങ്ങൾ കൂടി സംസാരിക്കാമായിരുന്നു എന്ന്. അതുപോലെ തന്നെ വലിയ കുറ്റബോധമുണ്ട്. വർഷങ്ങളിലൂടെ ആ മനുഷ്യൻ്റെ വിഗ്രഹവും ആ മനുഷ്യൻ്റെ വ്യക്തിത്വവും ആ മനുഷ്യൻ്റെ കവിതയും എന്നിൽ വളരുകയായിരുന്നു. മറ്റ് പല കവികളുടെയും ഞാൻ പേര് പറയുന്നില്ല, അങ്ങനെയല്ല.
കുട്ടിക്കാലത്ത് ആവേശം കൊള്ളിച്ച പല കവിതകളും ഇന്ന് തിരിഞ്ഞു നോക്കാൻ എനിക്ക് സാധിക്കില്ല, രണ്ടാമത് വായിക്കാൻ സാധിക്കില്ല. വൈലോപ്പിള്ളി മാഷുടെ കവിതകളിങ്ങനെ കടൽ പെരുകുന്നത് പോലെ മനസ്സിൽ, ജീവിതത്തിൽ പെരുകി വരികയായിരുന്നു, വലുതായി വരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും. ഇത്ര വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നറിഞ്ഞിരുന്നെങ്കിൽ, അന്ന് ഇത്ര വലിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നറിഞ്ഞിരുന്നെങ്കിൽ, ഇത്ര വലിയ കവിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഞാനൊരിക്കലും അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും ധൈര്യപ്പെടില്ലായിരുന്നു. അറിഞ്ഞില്ല. ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിച്ചപ്പോൾ അർജുനൻ പേടിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഞാൻ സുഹൃത്തെ എന്നൊക്കെ വിളിച്ചു പോയിട്ടുണ്ട്, ക്ഷമിക്കണം, ഇത്ര വലിയ ആളാണെന്ന് അറിഞ്ഞില്ല എന്ന്. അതുപോലെ ഇന്ന് ഒരു ചെറിയ കവിത വായിക്കുമ്പോൾ അതിൽ കാണുന്ന വിശ്വരൂപത്തിൻ്റെ മുന്നിൽ പോലും വിറകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. വെറും ഒന്നിനെപ്പറ്റി, പണ്ട് പൂവിടാക്കാടിൻ തരിശു നിലങ്ങളിൽ, പണ്ട് പൂവിടാക്കാടിൻ ചതുപ്പു നിലങ്ങളിൽ അന്ധമാമൊരു യുഗം മുഴുവൻ ജീവൻ്റെ മുമ്പന്തിയിൽ വെന്നും കൊന്നും ഗർജിച്ചും കലഹിച്ചും പെരുമാറിയ സാലതുല്യരാം ഇഴജന്തു പെരുമാക്കൾ തൻ അന്ത്യശാഖയിൽ ശേഷിച്ച നീ. ഓന്തിനെക്കുറിച്ചുള്ളൊരു ചെറിയ കവിതയാണ്. പണ്ട് പൂവിടാക്കാടിൻ ചതുപ്പു നിലങ്ങളിൽ അന്ധമാമൊരു യുഗം മുഴുവൻ ജീവൻ്റെ മുമ്പന്തിയിൽ വെന്നും കൊന്നും ഗർജിച്ചും കലഹിച്ചും പെരുമാറിയ സാലതുല്യരാം ഇഴജന്തു പെരുമാക്കൾ തൻ അന്ത്യശാഖയിൽ ശേഷിച്ച നീ. പ്രാണിപരിണാമത്തിൻ്റെ ചരിത്ര നാടകം ഇങ്ങനെ ചുരുളഴിഞ്ഞ് 5-6 വരിയിലൂടെ നമ്മുടെ മുമ്പിൽ നിവർത്തപ്പെടുകയാണ്. അറിഞ്ഞില്ല, അദ്ദേഹമായിട്ട് തർക്കിച്ചിട്ടുണ്ട്, കലഹിച്ചിട്ടുണ്ട്, അവിവേകമായിട്ട് പെരുമാറിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ സമസ്താപരാധം. നന്ദി. കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മഹാരാജാസിൻ്റെ തന്നെ കവിയെ, കേട്ടറിഞ്ഞ കവിയെ കാണാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട്. ജന്മാന്തരങ്ങളുടെ പുണ്യങ്ങൾ തേടുന്നൊരുണ്മയോ നക്ഷത്രമായി വിരിയും, നക്ഷത്രമായി വിരിയും. ഈ സദസ്സിലെ എല്ലാ പുണ്യമഹാത്മാക്കളും നക്ഷത്രമായി നമുക്ക് മുൻപിലുണ്ട്. ജീവിതത്തിൽ വഴിതെളിച്ചു തരാൻ പ്രതീക്ഷയായി ഭൂമിയിൽ പൂക്കളായുണ്ട്. അത്രയും മാത്രം പോരും ഈ ജീവിതം ധന്യമാകുവാൻ. എല്ലാ മഹത് വ്യക്തികൾക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ കവി എന്ന് എന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ ഒറ്റ കവിയുള്ളൂ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അങ്ങനെയുള്ള അത്രയും സ്നേഹത്തോടുകൂടെ വായിക്കുന്നൊരു കവിയാണ് വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയുടെ പേരിൽ ഇങ്ങനെയൊരു പ്രബന്ധ മത്സരം നടത്തുകയും അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു എന്നും പറയാൻ അതൊക്കെ അഹങ്കാരമായിരിക്കും. കുറച്ച് കവിതകൾ വായിക്കുകയും കുറച്ച് അദ്ദേഹത്തെക്കുറിച്ച് പഠനങ്ങൾ വായിക്കുകയും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഒരു പ്രബന്ധ രൂപത്തിൽ അതുണ്ടായത്. അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. എല്ലാ വർഷവും പ്രബന്ധ മത്സരം നടത്തുമ്പോൾ വസന്തം മാഷ് ആദ്യം ഈ പ്രബന്ധ മത്സരത്തിൻ്റെ നോട്ടീസ് അയക്കും. എഴുതണം എന്ന് പറയും, ശരി എന്ന് പറയും.
സമയം പകുതിയാകുമ്പോൾ എന്തായി ചോദിക്കും, എഴുതിക്കൊണ്ടിരിക്കണോ പറയും. പിന്നെ അവസാനമാകുമ്പോൾ സാധാരണ പോലെ കഴിഞ്ഞിട്ടില്ല മാഷേ എന്ന് പറയും. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഞാൻ മാഷോട് പറഞ്ഞു, വാക്ക് ഞാൻ എന്തായാലും എഴുതും മാഷേ, സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, മാഷ്ക്കൊരു വാക്കുണ്ട്, അത് ഞാൻ എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് വെക്കേഷൻ ആയതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഇരുന്ന് എഴുതിയത്. അപ്പോൾ അത് അങ്ങനെ ഒരു മാഷ്ക്ക് കൊടുത്തൊരു വാക്ക് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മാനം, അത് 2ാം സമ്മാനമാണോ 1ാം സമ്മാനമാണോ എന്നുള്ളതല്ല, അതിൻ്റെ പേരിൽ, വൈലോപ്പിള്ളിയുടെ പേരിൽ ഇങ്ങനൊരു സദസ്സിൽ മാഷിരിക്കുന്ന ഒരു സദസ്സിൽ ഇരുന്നുകൊണ്ട്, വേദിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനൊരു സമ്മാനം വാങ്ങാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൻ്റെ മഹാകവിയായും യുഗപുരുഷനായും ഓണപ്പാട്ടുകാരനായും എല്ലാം നമ്മളെ മനസ്സിലെന്നും, മലയാളികളുടെ മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കുന്ന വൈലോപ്പിള്ളി സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് ഏറ്റുവാങ്ങുക എന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യ മുഹൂർത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇതൊന്ന് ഏറ്റുവാങ്ങാനുണ്ടായ ആ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത അനുഭവമായിട്ട് തന്നെ എന്നും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ വൈലോപ്പിള്ളി സാറിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ ജയന്തി ആഘോഷങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിപാടിയുടെ അധ്യക്ഷനും നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡൻറ്റുമായ പി വി കൃഷ്ണനായർ മാഷ്ക്ക് സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ, സഹപ്രവർത്തകനും പ്രിയപ്പെട്ട മാതൃഭൂമിയുടെ എഡിറ്ററുമായ MK കൃഷ്ണകുമാർ സാറിന് എൻ്റെ പേരിലും വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ ഹൈലൈറ്റായി നമ്മളെല്ലാവരെയും ഈ നിരവരെയും പിടിച്ചിരുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കവിയും വൈലോപ്പിള്ളിയുടെ വ്യക്തിയും കവിയും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയ പ്രിയങ്കരനായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറിന് എൻ്റെ പേരിലും വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ പേരിലുള്ള സ്നേഹപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ കവിതാ മത്സരങ്ങളിൽ പങ്കെടുത്തവർ, മറ്റു പുരസ്കാരങ്ങൾ നേടിയ ഡോക്ടർ ദിവ്യ S. കേശവൻ, ഡോക്ടർ ജയശ്രീ MK, ജയശ്രീ KV, ഈ പരിപാടിക്ക് അനൗൺസ് നടത്തി ഇതിൻ്റെ ഏകോപനം നടത്തുന്ന ചന്ദ്രധാര ടീച്ചർ, ഹരിദാസ് മാഷ് തുടങ്ങിയ എല്ലാവർക്കും, ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ പേരിലുള്ള 1000 നന്ദി രേഖപ്പെടുത്തുന്നു.